பிரமரூபத்தை தியானித்த பேர்களும் பிரமராகம் ஆகுவர் என்றால் നരശരീരമാം കുരവനെ വിചാരമേ ജ്ഞാനമേ നിന്നാതെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പരമപാവനൈ പരോക്ഷമാം പിൻബന്ധ പരോക്ഷമേ അപരോക്ഷം സ്ഥിരവിചാരമാം ജ്ഞാനമാം മുക്തിയാം തീർവൈ ഇതറിവായി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മൾ ആരംഭിക്കുന്നത് മാനസികമായിട്ട് തന്നെയാണ് ആരംഭിക്കുന്നത്. പക്ഷേ ആ പരമഭാവനയിൽ ആദ്യം പരോക്ഷമായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ അത് അങ്ങനെ നിൽക്കില്ല. അത് പരോക്ഷമാവും. പിൻബന്ധ പരോക്ഷമേ അപരോക്ഷം. അത് അപരോക്ഷമാവും. അത് തന്നെ സ്ഥിരവിചാരമാകും, ജ്ഞാനമാകും, മുക്തിയാകും. ഇത് തീർവേ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി വേറെ ഒന്നും നീ ചോദിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെ അടുത്ത 87-ാമത്തെ പദ്യത്തിലേക്ക് വരും. അത് മറ്റൊന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതെങ്ങനെയാണ് വന്ന് നിൽക്കുന്നതെന്ന് പടിപ്പടിയാണ്. കാരണം തുടങ്ങുന്ന മാനസക്രിയാരൂപമായിട്ട് ഉപാസന, ശംഖചക്ര ഗദാധരങ്ങളായ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ മൂർത്തി താനാകും. ആ മൂർത്തി താനായി വരും. അതാണ് ഞാൻ ധ്യേയവസ്തു ആയിട്ട് ഒന്നാവും. ഇത് രണ്ടും കൂടെ ഒന്നായിരിക്കുന്ന ഒരു നിലയുണ്ട്. ആ സമയത്ത് ഇത് സത്യം തന്നെയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഭാവന എന്തിനു വേണ്ടി ഉപയോഗിക്കാം? സുരേഷ് അന്ന് പറഞ്ഞില്ലേ, ഏകാഗ്രത ഉണ്ടാവും. എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വിഷയാകാര വൃത്തി നിരോധിക്കപ്പെടുകയാണ്. അപ്പോൾ മറ്റ് അന്യ വിഷയങ്ങളൊന്നും കടക്കാനായിട്ട് നമുക്ക് ഈ മനസ്സ് പറ്റാതെ വരും. ഈ സമയത്ത് ആ ഏകാഗ്രതയിൽ മനസ്സ് നിശ്ചലമായി സമാധിയിലേക്ക് വരാൻ പോവുകയാണ്. സമാധി അനുഭവം പ്രത്യക്ഷപ്പെടും. ഇതിനെയാണ് പറയുന്നത് പല രൂപത്തിൽ. ഈ സമാധി അനുഭവം എന്ന് പറയുന്നത് നിർവികല്പം എന്നാണ് എൻ്റെ പേര്. നിർവികല്പ നില സ്വാമി പറഞ്ഞേക്ക് ഇങ്ങനെയാണ്. അത് നമുക്കൊരു പ്രയത്നം കൊണ്ടല്ല അത് നിലനിൽക്കുന്നത്. പക്ഷെ അത് ടപ്പെന്ന് വരുമെന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചിന്മയൻ സ്വാമികളെ അവിടെ മഹാവാക്യ ശ്രവണം കൊടുത്ത സമയത്ത് സ്വാമിക്കുണ്ടായ ഒരു അനുഭവത്തെ സ്വാമി ഇവിടെ നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഗുരുദേവൻ അവിടെ ഫ്രണ്ടിൽ ഇരുന്നു കൊണ്ട് മോനെ നീ ഇങ്ങനെ ഭാവിക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭാവന തന്നെ. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഭാവിക്കാനാണ് പറഞ്ഞത്. ഭാവിക്കാൻ പറഞ്ഞു. സ്വാമി ഭാവിച്ചു. അതിൻ്റെ അർത്ഥം ഈ എല്ലാം അറിയുന്ന അറിവാണ് മോൻ എന്ന് പറഞ്ഞ് ഭാവിക്കാൻ പറഞ്ഞു. ഇപ്പം എല്ലാത്തിനെയും അറിയുന്ന അറിവായിട്ട് അദ്ദേഹം ഒരു നിമിഷം ഭാവനയിൽ അങ്ങോട്ട് ഒത്തുടനെ തന്നെ വലിച്ചുകൊണ്ടൊരു പോക്ക് പോയെന്നാണ് പറയുന്നത് സ്വാമി. ഇത് അതിൻ്റെ മാജിക്കാണത്. പിന്നീട് സ്വാമി പറയുന്നത് കണ്ണ് തുറന്നിരിക്കുന്നു, പക്ഷേ ഗുരുനാഥൻ മുമ്പേ ഇരിക്കുന്നെങ്കിലും ഗുരുനാഥനെ കാണുന്നില്ല. എത്രയോ പേര് ജനലിലും അവിടെ എവിടെയായിട്ട് നിന്ന് ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ആരും കാണാനില്ല. അവരാരും ഇല്ലാതെ പോയതല്ല, മനസ്സന്തർവപ്പെട്ടത്. പെട്ടെന്ന് അന്തർവപ്പെട്ട് സമാധിയിലേക്ക് പോവുകയാണ്. ഈ സമാധി സ്വാമി പറയുന്നത് എത്രയോ സമയം സ്വാമി ആ സമാധി അനുഭവത്തിലിരുന്നു. അവിടെയാണ് ഒരു പ്രയത്നം ഇല്ലാതെ ഈ അനുഭവം അദ്ദേഹത്തിൽ തെളിഞ്ഞു വിളങ്ങി. നമുക്കെന്തുകൊണ്ട് അത് വരുന്നില്ല എന്ന് ചോദിച്ചിട്ട് സ്വാമി പറഞ്ഞ ഇതാണ് വിഷയാകാര വൃത്തികളുടെ തള്ളിക്കയറ്റം. അതൊന്നും ഇതൊന്നും കഥയില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എടുത്ത് മനസ്സിലിട്ട് പെരുമാറുന്നുണ്ട്. എന്നാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിന് അവിടെ ആ ഗുരുവിൻ്റെ സാന്നിധ്യവും സ്വാമി പറഞ്ഞതാണ്. ഗുരുവിൻ്റെ സാന്നിധ്യവും ഒപ്പം ഇത് പറഞ്ഞു കേട്ടതിലുള്ള ഒരു ജിജ്ഞാസയും എന്തോ ഒരു പ്രത്യേക ഒരു അനുഭവം, ഒരു സാഹചര്യം അവിടെ സംജാതമായപ്പോൾ സ്വാമി പറഞ്ഞ പോലെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഭാവിച്ചപ്പോൾ തന്നെ മാത്രയിൽ തന്നെ ആ ഭാവന ഇതിലേക്ക് പോയി. ഏത് വസ്തുതന്ത്രത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് പോവുകയാണത്. ഇതൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഇത് തന്നെ സംഭവിക്കുന്നു സ്വാമി. അതുകൊണ്ടാണ് പറഞ്ഞത്, ബാഹ്യം വിടാൻ പറഞ്ഞത് കൊണ്ടാണ് സന്യാസം ഇതിൽ വിധിച്ചത്. എല്ലാവർക്കും പറ്റൂല. ചിലർക്ക് വിട്ടാലേ പറ്റൂ. എന്നാൽ അതിന് വിടാതെ പറ്റിയവരുണ്ട്. ജനമഹാരാജാവ് രാജ്യവൽക്ക സ്വാമികളൊക്കെ അത് വിടാതെയും പറ്റി. കാരണം ഗൃഹസ്ഥധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർ ജ്ഞാനത്തിൽ വന്നു. അങ്ങനെയുള്ളവരുമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അപൂർവമാണ് കേട്ടോ. കാരണം ചിലർക്കൊക്കെ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിന്നേ പറ്റും. ചിലർക്ക് അതിൻ്റെ ആവശ്യം അത്ര വേണ്ടില്ല. അവരെ പറ്റി സ്വാമി കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സ്വാമി പറഞ്ഞു, സത്വഗുണമാണ് മുന്തിയ സ്വഭാവമായിട്ട് ഒരാൾക്ക് ഉള്ളതെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഈ ലോക കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് തെറ്റും.
പക്ഷേ മറ്റു 2 ഗുണങ്ങളില്ലേ, അത് വലിയ കുഴപ്പം പിടിച്ച ഗുണങ്ങളാണ്. അത് ഇവരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് വൃത്തികൾ കൂടി വരും. അതാണ് കർമ്മങ്ങൾ പെരുകി പോകുന്നതാണ് പറയുന്നത്. വൃത്തി എന്ന കർമ്മമാണ്. ഓരോ കാര്യങ്ങളെ പിടിച്ച് കുരങ്ങ് ഒരു മരത്തിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടുന്നത് പോലെ ഈ മനസ്സ് നിൽക്കും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ചില ആളുകൾക്ക് അത് തരക്കേടില്ല എന്ന് വയ്ക്കാം. ജനമഹാരാജാവിനെ പറ്റി പറയുമ്പോൾ ഒരു സാത്വികനാണ്, പരമസാത്വികനാണ് ജനമഹാരാജാവ്. അതുപോലെ നമ്മുടെ ചിന്മയ സ്വാമി പരമസാത്വികനാണ്. ഒരു സാത്വികം എന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിൽ കരുണയും സ്നേഹവും എല്ലാവരോടും ഒരേപോലെയാണ്, അല്ലാതെ പാർഷ്യാലിറ്റി ഇല്ല. അതുകൊണ്ട് സ്വാമിക്ക് അങ്ങനെയൊന്നുമില്ല. ആരാണോ ഇതിൽ നല്ല രീതിക്ക് അവരോട് വലിയ സ്നേഹം തന്നെയാണ്. ഇങ്ങനെയെല്ലാം ഉപേക്ഷിച്ച് വരുന്നവരൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെയല്ല. അയ്യോ അവർ ബാധ്യതയാവില്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് ലോകത്തുള്ള ഭൂരിപക്ഷം സന്യാസിമാരുടെ ഇടയിലും അങ്ങനെ തന്നെ. പക്ഷെ അങ്ങനെയല്ല, സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. ഒരു ജീവൻ ഉദ്ധരിച്ച് രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു ജീവകാരുണ്യം ഉള്ള അതെന്തുകൊണ്ട് സത്വഗുണത്തിൽ നിൽക്കണോണ്ടാണ്. സത്വഗുണം ഇല്ലായിരുന്നെങ്കിലോ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സത്വഗുണ സ്വഭാവത്തിൽ വരുന്ന ആളുകളിലെ അവരാണ് ആചാര്യ പദവിയിലേക്ക് കരുതപ്പെടുന്നത്. ഇവരാണ് ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന ഇവരാണ്. നമ്മൾ ചിന്മയസ്വാമി ചിത്പ്രാസന്റെ ഗുരുദേവൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ആചാര്യസ്ഥാനത്താണ്. കാരണം എന്താണ്? സാത്വികനാണ്, പരമസാത്വികൻ. അപ്പോൾ ഈ സമാധിയെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. സ്വാമി പറയുന്ന ഇതാണ്, ആ ചൊല്ല് കേട്ടപ്പോൾ തന്നെ ആദ്യം ഭാവന ചെയ്യാനാണ് പറഞ്ഞത്, ഇങ്ങനെ ഭാവിക്കാനാണ് പറഞ്ഞത്. ആ ഭാവന അവസാനം സ്വാമി ഇതെല്ലാം അറിയുന്ന അറിവായിട്ട് സ്വാമി ഒത്തിരി ഒന്ന് ഒതുങ്ങാനായിട്ട് ചേർന്നപ്പോൾ എന്തുപറ്റി, മനസ്സ് അറ്റുപോയി സമാധി അവിടെ അനുഭവത്തിൽ വരാൻ തുടങ്ങി. പിന്നെ സ്വാമിക്ക് പോലും കൺട്രോളില്ല. കാരണം ഈ അഹം അവിടെ ഇല്ലാതായിപ്പോയി. അഹം എന്ന് വെച്ചാൽ ഈ അഹങ്കാരം കേവല അഹമായിട്ട് അങ്ങനെ കുറേ നേരം നിലകൊണ്ടു എന്നാണ് പറയുന്നത്. അവിടെ ഒന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് ഉണർന്നു വന്നപ്പോഴാണ് അതിശയകരമായ, അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദത്തിലേക്ക് വഴുതി വീഴുകയെടുത്ത്. പിന്നെ ആ സമയത്ത് ആ സ്ഥലത്തൊന്നുമില്ല. കാര്യം അതൊരു നിർഗുണ ഭാവമാണത്. ആ സമാധി എന്ന് പറയുന്നത് അവിടെ ഒന്നുമില്ല. സമാധി അഴിഞ്ഞ് വരുന്നു, അതിൻ്റെ പ്രതിഭിജ്ഞ ഈ അനുഭവിച്ച ഇതിൻ്റെ പ്രതിഭിജ്ഞ രൂപത്തിൽ ആനന്ദത്തിൽ ആറാടി എന്നാണ്. ആനന്ദത്തിൻ്റെ ഭയങ്കര പറഞ്ഞറിയിക്കാൻ ഒക്കില്ലെന്നാണ്. ഒരു വാക്കും ഇടാൻ പറ്റില്ല. ബന്ധത പൊട്ടിത്തെറിച്ചു ആ രൂപത്തിലേക്ക് ഒരു നിലനിന്നിട്ട് വരുന്നത്. ഇത് മനസ്സിലാക്കിയ ഗുരു എന്ത് ചെയ്തു, ഓരോന്ന് പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് പതുക്കെ എപ്പോഴും നല്ല ഒരു ഗുരു പറഞ്ഞില്ലേ, ഒരു മർമ്മത്തെ അടിക്കുന്നവരെ സംബന്ധിച്ച് പറയണമെങ്കിൽ അത് ഇളക്കുമുറ അറിഞ്ഞവരെ അങ്ങനെ അടിക്കാവുന്നതാണ് ശാസ്ത്രം. അല്ലാതെ ഇളക്കുമുറ അറിയാതെ മർമ്മത്തിൽ അടിക്കുന്ന അങ്ങനെയാണോ, തിരുത്തിയാണ്. അപ്പൊ ഇതുപോലെ ഒരു നല്ല ആചാര്യൻ അവർക്ക് അറിയാം ഇത് തന്നെ വേറൊരു രൂപത്തിലേക്ക് പോകും സുരേഷ്, മനസ്സിലായി. അപ്പോൾ വളരെ തന്ത്രപരമായിട്ട് ആചാര്യൻ ചെയ്തത് തിരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുതുകിലൊക്കെ തടവി എടുത്ത് ഉണർത്തി പഴയ രൂപത്തിൽ കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് കുറേ സ്ഥലങ്ങളുണ്ട് വേണ്ട ശ്രീ, ആരുടെ കയ്യിലും അല്ലത്, അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഇങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ എല്ലാം ആ സ്വാമിയുടെ അനുഭവത്തിലൂടെ നമ്മൾ അറിഞ്ഞു. കാരണം ഇങ്ങനെയാണ് ഭാവനയിൽ പോയതിന് ശേഷം ആ ഭാവന പിന്നീട് ആ സമാധിയിലേക്ക് കൊണ്ടുവന്നത്. ആ സമാധി സത്യമാണ്, അത് സത്യമാണെന്നാണ് ഇവിടെ പറഞ്ഞത്, സ്ഥാപിച്ചത് സ്വാമി. എന്നിട്ട് പറയണേ 87 വീടതാം പരിപൂർണ സ്വരൂപത്തിൽ വിരുത്തി ജ്ഞാനവും കൂടി ചേടമാകിനാൽ അഖണ്ഡാനുഭവം ചിത്തി എപ്പടി എന്റാൽ ചാടിനീർ മണ്ണെ പിരുത്ത തേറ്റാം പൊളി താനും മണ്ണൊളുമായും കൂടി ജ്ഞാനവും അറിവിലാമയെ ഒക്കവേ കെടുത്താനെ. വീടതാം പരിപൂർണ സ്വരൂപത്തിൽ വിരുത്തി ജ്ഞാനവും കൂടി ചേടമാകിനാൽ അഖണ്ഡാനുഭവ സിദ്ധി എപ്പടി എന്റാൽ ചാടിനീർ മണ്ണെ പിരുത്ത തേറ്റാം പൊടി താനും മണ്ണോടുമായും ഊടി ജ്ഞാനവും അറിവിലാമയെ കെടുത്ത് ഒക്കവേ കെടും താനേ. പരിപൂർണ സ്വരൂപത്തിൽ,
അതായത് മുക്തിരൂപമായ പരിപൂർണ ബ്രഹ്മസ്വരൂപത്തിൽ വൃത്തിജ്ഞാനവും കൂടി ചേടമാകുന്നത് കാര്യത്തോടുകൂടി അജ്ഞാനത്തിനെ നിവർത്തിക്കുന്നതിന് ഉപയോഗിച്ച അന്ധകരണ വൃത്തിരൂപമായ തത്വജ്ഞാനവും കൂടി ശേഷിച്ചു നിന്നാൽ അഖണ്ഡാനുഭവ സിദ്ധി എപ്പടി എന്നാൽ എങ്ങനെയാണെന്ന് നീ കേൾക്കുകയാണെങ്കിൽ ചാടിനീർ മണ്ണിൽ പിരുത്ത തേറ്റാം, അതായത് കുടജലത്തിലുള്ള ചേറ്റിനെ മാറ്റിയ തേറ്റാം പൊടി താനും മണ്ണോടുമായി ചേറിനോട് ചേർന്ന് എങ്ങനെ തേറ്റാം പൊടി മാറുമോ അങ്ങനെ അജ്ഞാനവും ഊടി അറിവില്ലായ്മയെ കെടുത്ത് തത്വജ്ഞാനവും വിരോധിച്ച് അജ്ഞാനത്തെ നാശം ചെയ്ത് ഒക്കവേ താനേ കെടും. ആ അജ്ഞാനത്തോട് കൂടി താനെ നാശമാകും. മഹാവാക്യ വിചാരത്താൽ ഉണ്ടായ അന്ധകരണത്തിന്റെ ബ്രഹ്മരൂപമായ വൃത്തിജ്ഞാനം കാര്യത്തോടുകൂടി അജ്ഞാനത്തിനെ നിവർത്തിച്ച് താനും നശിച്ചുപോയി അഖണ്ഡൈക രസ ബ്രഹ്മ മാത്രമായി ശേഷിച്ചതിനാൽ അഖണ്ഡാനുഭവ സിദ്ധി നിർവാദമായി ഉണ്ടാകുമെന്ന നിശ്ചയം. ഇവിടെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ അഖണ്ഡാനുഭവ സിദ്ധി എന്ന് വെച്ചാൽ ആ ബ്രഹ്മമായിട്ടുള്ള ആ നില, ബ്രഹ്മരൂപം അതിൽ വരണമെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു അഖണ്ഡാകാര വൃത്തി ജ്ഞാനത്തെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചല്ലോ. ചോദിക്കുകയാണ്, ഈ അഖണ്ഡാനുഭവ സിദ്ധി, ഈ ജ്ഞാനം ഇതിനൊരു അധികപ്പറ്റല്ലേ, അധികപ്പറ്റായിട്ട് ഇതിൽ നിൽക്കൂലേ എന്നാണ് ചോദ്യം. അതായത് വൃത്തിജ്ഞാനവും നമ്മൾ വൃത്തിജ്ഞാനം എന്ന് പറഞ്ഞു, അഖണ്ഡാകാര വൃത്തിജ്ഞാനം അതാണ് പറഞ്ഞത്. അഖണ്ഡാകാരമായി മനസ്സ് പരിണമിച്ച് നിൽക്കുന്ന ഒരു നില ഇതിലുണ്ടല്ലോ സ്വാമി, അത് നമുക്ക് ഒരധികം പറ്റല്ലേ? പിന്നീട് ഈ അഖണ്ഡാനുഭവ സിദ്ധിക്ക് ഒരു അധികം പറ്റല്ലേ എന്ന് ചോദിച്ചതിന് മറുപടി പറയണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണെന്ന് കേൾക്കുകയാണെങ്കിൽ ചാടിനീർ മണ്ണെ പിരുത്ത, അതായത് കുടജലത്തിലുള്ള ചേറിനെ മാറ്റിയ തേറ്റാം പൊടി താനും മണ്ണോടുമായി. നമുക്ക് തേറ്റാം പൊടിയിട്ട് തേറ്റാം പരലിട്ട് വെള്ളം ശുദ്ധിയാക്കുന്ന ഒരു സ്വഭാവം അറിഞ്ഞൂടെ വെക്കോ? അപ്പോൾ അതെങ്ങനെയാണ് ആ തേറ്റാം പൊടി എങ്ങനെയാണ് ഈ ശുദ്ധമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് അത് കലങ്ങിയ വെള്ളത്തിൽ തേറ്റാം പരലിട്ട് കഴിഞ്ഞാൽ ഈ തേറ്റാം പരൽ ഈ അഴുക്കിനെ എല്ലാം കൂടെ ചുരുട്ടി അത് മൂട്ടിലടിയും. അത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ പറയുന്നു ഈ തേറ്റാം പൊടിയോട് ചേർന്ന് ആ പൊടി അഴുക്കും ഇതെല്ലാം കൂടെ ചേർന്ന് ഇല്ലാതായി എന്നാണ് ഇവിടെ നമുക്ക് സ്വാമി പറഞ്ഞിരിക്കുന്നത്. ഇതാ തെളിഞ്ഞ വെള്ളം അങ്ങനെ തന്നെ നിൽക്കും. ഇതുപോലെ ഈ അജ്ഞാനവും ഊടി അറിവില്ലായ്മയെ കെടുത്ത് ഈ തത്വജ്ഞാനവും വിരോധിച്ച് അജ്ഞാനം നാശം ചെയ്ത് ഒക്കവേ താനും കെടും. ഇങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. കാരണം ഇവിടെ ഒന്നും മിഞ്ചേണ്ട ആവശ്യമില്ല. ആ പരമമായ ആ ഒരു അഖണ്ഡേയ രസബ്രഹ്മം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും വേറെ അതിൽ അസിഡായിട്ടൊന്നും തന്നെ ഇല്ല. അത് ശുദ്ധമായ ഒരു രൂപമാണ്. അതിനെപ്പറ്റി വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തിക്കാനോ ഊഹിക്കാനോ സാധ്യതയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു അവാഗമന സൗഗോചരമായ ബ്രഹ്മം എന്ന്. അവിടെ മനസ്സില്ല, മനസ്സറ്റ സ്ഥലമാണ്. പിന്നെ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇങ്ങനെയാണ് ഈ ഒരു കാര്യം ഇവിടെ നടക്കുന്നത്. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ഈ ബ്രഹ്മപ്രാപ്തിക്കായിട്ട് അല്ലെങ്കിൽ ആ സാക്ഷാത്കാരത്തിലേക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ വിഷയാകാര വൃത്തികളെ നിരോധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ അഖണ്ഡാകാര വൃത്തിയെ കൊണ്ടുവന്നു. അപ്പോൾ അതിൽ വൃത്തികളല്ലേ? അപ്പോൾ വൃത്തികളെന്ന് പറയുമ്പോൾ അതെല്ലാം അജ്ഞാനം തന്നെയാണ്, അല്ലെങ്കിൽ അതിലെ കർമ്മം തന്നെയാണ്. അപ്പോൾ ആ രൂപത്തിൽ ഇതൊരു അസിഡാണ്. ഇത് എങ്ങനെ ഇതിൽ കയറി നിന്ന് ഇതൊരു മുഴപ്പായിട്ട് നിൽക്കില്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന് സ്വാമി പറഞ്ഞു, ഈ തേറ്റാം പൊടി കലങ്ങിയ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ തേറ്റാം പൊടി എന്ത് ചെയ്യും? അഴുക്കോട് ചേർത്ത് ഇല്ലാതാവുന്നതാണ്. അഴുക്കും കൂടെ ചേർത്ത് തേറ്റാം പൊടിയും കൂടെ ഇല്ലാതാവും. പിന്നീട് എന്താണ്? തെളിഞ്ഞ വെള്ളം മാത്രം. ഈ രൂപത്തിൽ ഒരു ഉദാഹരണത്തിൽ കൂടെ അത് പറഞ്ഞു. അപ്പോൾ ഈ ബ്രഹ്മാകാര വൃത്തി ഇവിടെ ഇനി അവശേഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്കൊരു കാര്യസാധ്യത്തിനാണ് ഈ അഖണ്ഡാകാര വൃത്തിയെ കൊണ്ടുവന്നത്.
കാരണം ഈ ഖണ്ഡാകാര വൃത്തി, അതിനാണ് വിഷയാകാര വൃത്തി. ഈ വിഷയാകാര വൃത്തിയാണ് നമ്മളെല്ലാവരും പഴകി വെച്ചിരിക്കുന്നത്. ഈ വിഷയാകാര വൃത്തി വിഷയത്തിൽ ഇരിക്കുന്ന ആ സുഖത്തെ അനുഭവിക്കുന്ന ഒരു സ്വഭാവം. ഇതിനാണ് വിഷയങ്ങളെന്ന് വെച്ചാൽ ഖണ്ഡം എന്നർത്ഥം, ഖണ്ഡാകാരമാണ്. അപ്പോൾ അതിലിരിക്കുന്ന ആ സുഖത്തെ, അതാണ് വിഷയസുഖങ്ങൾ. ഈ വിഷയസുഖങ്ങളെല്ലാം അനുഭവിച്ച് നിൽക്കുന്ന ഒരു പഴക്കത്തിലാണ് എല്ലാവരും അകപ്പെട്ടിരിക്കുന്നത്. ഇതിന് മാറ്റണ്ടേ? ഇതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ അഖണ്ഡാകാര വൃത്തി പഴകാൻ പറഞ്ഞത്. അഖണ്ഡാകാര വൃത്തി എന്ന് പറഞ്ഞാൽ അതാണ് വൃത്തിജ്ഞാനമായിട്ട് ഇവിടെ പറഞ്ഞത്. അതെങ്ങനെയാണ് പഴകേണ്ടതെന്ന് ചോദിച്ചാൽ ഈ തത്വവിചാര രൂപത്തിൽ ഇത് പഴകണം. ഇതാണ് തത്വമസി ഉപദേശമാണ് ഈ പറയുന്നത്. ഇതെല്ലാം പറയുന്നത് ഈ മഹാവാക്യ ശ്രവണത്തെയാണ് പറയുന്നത്. അത് ഗുരുവിൽ നിന്ന് വിധി പോലെ ഈ തത്വമസി മഹാവാക്യം കേൾക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ആ ചിത്തിൽ, ആ ഹൃദയത്തിൽ സത്തർക്കം ഉദിച്ച് ഈ പറയുന്ന കണക്ക് മുക്തി കൈവരും. അവർക്കാണ് മുക്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള കടമ്പകൾ ഒരുപാടുണ്ട്. ഒന്ന് പ്രധാനമായും മനസ്സിൻ്റെ ശുദ്ധിയാണ്. അതിന് വിഷയാകാര വൃത്തി നിരോധിക്കുന്നതാണ് മനസ്സിൻ്റെ ശുദ്ധിയായിട്ട് പറഞ്ഞത്. അത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഉറങ്ങി നിരോധിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഉറക്കത്തിൽ സുഷുപ്തിയിൽ ആർക്കും ഓരോ വിഷയങ്ങളുമില്ല. അങ്ങനെ ഇരിക്കുന്ന രൂപത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ അത് നിരോധിച്ചു തന്നെ നിൽക്കുമല്ലോ എന്ന് പറയുകയാണെങ്കിൽ സ്വാമി പറയുന്നു അത് അജ്ഞാനം നശിക്കുന്നില്ല, അതിൽ അജ്ഞാനം നശിക്കില്ല. അതുകൊണ്ട് ഈ തത്വവിചാര രൂപമായിട്ട് ഈ ലോകത്തെ വിസ്മരിച്ച് താനായിട്ട് ഇരുന്ന് പഴകണം. ലോകത്തെ വിസ്മരിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ വിഷയാകാര വൃത്തിയെ നിരോധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. അങ്ങനെ ഇരുന്ന് പഴകുമ്പം ഇതിൽ അഖണ്ഡാകാര വൃത്തി ഉണ്ടാകും. ഈ അഖണ്ഡാകാര വൃത്തിജ്ഞാനം കൂടത്തിനെ മറിച്ച് ആവരണത്തെ നീക്കുമെന്നാണ് ശ്രുതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ പ്രത്യേകാത്മാവിനെ ഇയാൾക്ക് ദർശിക്കാൻ സാധിക്കും. പ്രത്യേകാത്മാ സ്വരൂപത്തെ ദർശിക്കാൻ സാധിക്കും പറയണം. ശരിക്കുള്ള കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ വേറൊരു പേരാണ്. അതായത് ബ്രഹ്മവും കൂടത്തിനും ഒന്ന് തന്നെ. ആ ദർശനം ഇതിൽ വരും. ദർശനം എന്ന് വെച്ചാൽ കണ്ടുകൊണ്ടും മറ്റുമല്ല, താനായിരിക്കുന്ന സമാധി അതിൽ വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംശയം അങ്ങനെ വരുമ്പം ഈ അഖണ്ഡാകാര വൃത്തിജ്ഞാനം ഒരു അധികപറ്റായിട്ട് ഇതിലിങ്ങനെ കിടക്കുമോ സ്വാമി എന്നുള്ളതാണ് സംശയം. ഇത് സ്വാമി പറയുന്നു കിടക്കില്ല. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ തേറ്റാമ്പൊടി അഴുക്കിനെ മാറ്റിയിട്ട് അഴുക്കോട് ചേർന്ന് അതും കൂടെ ഇല്ലാതാവുന്ന രൂപത്തിലാണ്. അതുപോലെ ഈ അജ്ഞാനം, ഈ വൃത്തിജ്ഞാനത്തിനെ അജ്ഞാനം എന്നാണ് പറയുന്നത്. ഈ അജ്ഞാനം അതിൻ്റെ ഇതെല്ലാം ചെയ്തതിന് ശേഷം അതും കൂടെ ഇല്ലാതാവും, എല്ലാം കൂടെ ചേർന്നെങ്കില്ല. മാനസികമായ ഉള്ള എല്ലാം അജ്ഞാനമാണ്. മനസ്സിൽ വരെയാണ്. കാരണം അവിടെ ഭാവന വന്നു, മനസ്സിൻ്റെ സങ്കല്പങ്ങൾ മാറി, പ്രത്യേക സങ്കല്പങ്ങൾ വന്നു. അവർ പറഞ്ഞു സുവിചാരണയും ഒരു ഇത് തന്നെയാണ്, മാനസികമായിട്ടുള്ളതിനായിട്ട് തന്നെ തുടങ്ങുന്നത്. പിന്നെ 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 ഇതെല്ലാം ഇല്ലാതായി അത് കേവലം ആ ഒരു ധ്യേയാകാരമായിട്ട് നീങ്ങി നിൽക്കും. ധ്യേയാകാരമായിട്ട് തന്നെ നിൽക്കും. ഏതിനെ ധ്യാനിക്കുന്നോ അതായിട്ട് തന്നെ നിൽക്കും. ധ്യാനിക്കുന്നവന്റെ ആബ്സെന്റ് ആണ് ഇവിടെ നമുക്കിവിടെ ആവശ്യം. ആ കർത്താവ് ഇവിടെ മാറി നിൽക്കുന്നവരെന്നല്ല. ഇതിനെ സമാധി അവസ്ഥയുള്ളൂ. സുരേഷ് അത് മനസ്സിലാവുന്നുണ്ട്. ആ ഭാഗം കുറിച്ച് വരാനുണ്ട്. അതൊക്കെ ഈ വിചാരം ചെയ്ത് വരുമ്പോൾ ഇത് തെളിയും. നമ്മളൊക്കെ ആദ്യം കേൾക്കാനേ പറ്റുള്ളൂ. കേട്ട് പക്ഷെ കേട്ടതുകൊണ്ട് മാത്രമല്ല, സ്വാമി പറയുന്നു ഇത് അതിസൂക്ഷ്മമായതുകൊണ്ട് നമ്മൾ ഇതിൽ ശ്രദ്ധയോടുകൂടി ഇതിൽ പിന്നെ സഞ്ചരിച്ചാൽ അത് പല സന്ദർഭങ്ങളിലായിട്ട് ആ ഗുരു ഇതിനെ കാണിച്ചു തരും. ഇങ്ങനെയാണ്. അതാണ് ഇതിൻ്റെ എല്ലാം ഒരു മഹത്വം. പക്ഷെ നമുക്കതിനു വേണ്ടി അത്രത്തോളം ജിജ്ഞാസ ഇതിൽ വേണം. എല്ലാം വിട്ടുപേക്ഷിച്ചിരുന്നവർക്ക് വളരെ എളുപ്പമാണ്. രഹസ്യമായി സംബന്ധിച്ച് ഇത്തിരി പാടുണ്ട്, പണിയുണ്ട്. അതിൽ അവർക്ക് ഇതൊക്കെ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. അതും സാത്വികന്മാരായിട്ടാണ് അവരിയ്ക്കുന്നതെങ്കിൽ അവർ പറയുന്നു അതിൽ കുഴപ്പമൊന്നുമില്ല, അതിൽ കയറി വരും. അങ്ങനെയാണ്.
മുരളി ഇതൊന്നും കിട്ടിയതായിട്ട് ഒരു അനുഭവം ഇല്ല മുരളി. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ യഥാർത്ഥ സ്വരൂപമാണ്. ഇപ്പൊ നമുക്ക് ചൂടിനെ അറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? തണുപ്പിൽ നിൽക്കണോണ്ടാണ്. തണുപ്പിനെ അറിയാം, ചൂടിൽ നിന്ന് തണുപ്പിനെ അറിയാം. ഇങ്ങനെ ആപേക്ഷികമായിട്ട് അറിയുന്ന രൂപത്തിലെല്ലാം അറിയാമെങ്കിലും യഥാർത്ഥമായ അതിന് ഒരു പ്രത്യേകതകളും ഇല്ലാത്തതുകൊണ്ട് അതിനറിയാൻ സാധ്യമല്ല. പക്ഷെ അറിയാൻ സാധ്യമല്ലെന്ന് വിചാരിച്ചാൽ അത് ഇല്ലാത്തതല്ല. അത് പറയുന്നു, വേദം പറയുന്നു, അതാണ് വാസ്തവം, വാസ്തവമായുള്ളത് അതാണ്. പക്ഷെ അത് ഈ നിർഗുണമാണ്. അതിൽ ഈ ഗുണമില്ലാത്തത് കൊണ്ട് അതിന് ഒരു പ്രത്യേകതയില്ല. നാമമില്ല, രൂപമില്ല, മണമില്ല, ഗുണമില്ല, രുചിയില്ല. അങ്ങനെ ഒരു നില ഇതിനുള്ളത് കൊണ്ടും മാത്രമല്ല ഇതിന് മാറ്റമില്ലാതെ ഇരിക്കുന്നത് കൊണ്ടും ഇതിനറിയാനായിട്ട് വിഷമായിട്ട് ഇരിക്കുകയാണ് എല്ലാവർക്കും. പക്ഷെ അവർ പറയുന്നു ഈ ജ്ഞാനം എല്ലാവർക്കും ഒരുപോലെ ഇരിക്കുക, ശുദ്ധമായിരിക്കുക ഈ ജ്ഞാനം. പിന്നെ അവന് തെളിയണമെങ്കിൽ എന്ത് വേണം? അവൻ്റെ ആ സംസ്കാരത്തെ മാറ്റിയത്. അതിൻ്റെ ഒരു സംസ്കാരത്തെ മാറ്റുന്ന ഒരു രൂപത്തെയാണ് ഈ ശ്രുതിജ്ഞാനം ഉപദേശമെന്ന് പറയുന്നത്. ഇത്രയുള്ളൂ. അതങ്ങനെ വന്നു, അങ്ങനെ ഇത് കേട്ടു. അപ്പോൾ അതിന് ചിന്തകളുണ്ടായി. അത് ചിലപ്പോൾ ആദ്യം ഒന്നും ഫലിച്ചില്ലെന്ന് വരും. പതുക്കെ 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 നമുക്ക് ഈ ഊണിലും ഉറക്കത്തിലും എല്ലാം ഇത് തന്നെയായിരിക്കും ചിന്ത. നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് വിട്ടു നോക്കിയാൽ മതി, അപ്പം അറിയാം. ഇങ്ങനെ വന്ന് നിരന്തര പഴക്കത്താൽ വശത്തിൽ ഉന്മനം നിന്റെ ചിന്മാത്ര വടിവമായിടിൽ മൈന്ത കശത്ത ദേഹത്തിലെങ്കിലും ആനന്ദക്കടൽ വടിവാമേ. ഇതിന്റെ ഫലം എന്തെന്ന് വെച്ചാൽ ആനന്ദ സമുദ്രമായി മാറുകയാണ് എന്നാണ് ശ്രുതികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സംശയം തീർന്നു. ഈ ബ്രഹ്മാകാര വൃത്തിയൊരു അധികപ്പറ്റ ആയിട്ട് നിൽക്കില്ല. അത് ഈ പറഞ്ഞ കണക്ക് ഈ തേറ്റാമ്പൊടി ചെയ്തതുപോലെ ഇതിനെ മാറ്റിയിട്ട് എല്ലാം കൂടെ ചേർന്ന് ഇല്ലാതാവും. പിന്നീട് അവശേഷിക്കുന്നത് എന്താണ്? കേവല ബ്രഹ്മരൂപമായിട്ട് താൻ ഇരിക്കുന്നത് മാത്രം. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 88-ാമത്തെ പദ്യം. ഇതുകൂടെ വായിച്ചിട്ട് മഹാവാക്യ വിചാരത്താൽ ഉണ്ടായ അന്ധകരണത്തിന്റെ ബ്രഹ്മരൂപമായ വൃത്തിജ്ഞാനം കാര്യത്തോടുകൂടി അജ്ഞാനത്തിനെ നിവർത്തിച്ച് താനും നശിച്ചുപോയി അഖണ്ഡൈക രസസ്വരൂപമായി ശേഷിച്ചതിനാൽ അഖണ്ഡാനുഭവ സിദ്ധി നിർവാദമായി ഉണ്ടാകുമെന്ന് നിശ്ചയം. 88. இந்த நிச்சயம் முத்தருள் அனுபவம் இருப்பதெப்படி என்றால் சிந்தையற்ற பூமண்டல இராஜனும் சிசுவும் போர் சுகமாய் வாழ்வர். பந்தமுத்திகள் மறந்து போ உண்டென்று பலர் திகையாவர். அந்தரத்தை உண்டும் இழிந்தோர் கொஜுமெனும் அவர்களை நகையாறு. இந்த நிச்சயம், அதை നേരത്തെ പറഞ്ഞ ആ നിശ്ചയം, മുക്തരുള്ള അനുഭവം ഇരുപ്പതെപ്പടി എന്നാൽ അവർക്കിരിക്കുന്ന ആ നിശ്ചയം, ആ നേരത്തെ പറഞ്ഞ ആ നിശ്ചയം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയുന്നു, ചിന്തയറ്റ ഭൂമണ്ഡല ഇരാജനം ശിശുവും പോർ സുഖമാവർ. പന്തബുദ്ധികൾ മറന്നുപോ ഉണ്ടെன்று പലർ ചൊല്ലിനെ ഇകയാവാം. അന്തരത്തെയുണ്ടും ഇകഴ്ന്തോർ കൊജുമനും അവർകളെ നകയാരോ. ഈ നിശ്ചയരൂപമായ അഖണ്ഡാനുഭവമായത് ജീവൻ മുക്തർകളിൽ ഇരിക്കുന്നു. ഇത് ഈ പറഞ്ഞത് ജീവൻ മുക്തർകളിൽ ഇരിക്കുന്നു. എങ്ങനെയാണ് ആ സ്വഭാവം, അവരെങ്ങനെയാണ് അന്ന് അതിൻ്റെ സ്വഭാവം എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ പറയണം. ചിന്തയറ്റ, ചിന്തനാരൂപമായ ദോഷമറ്റ ഭൂമണ്ഡല ഇരാജനും ചക്രവർത്തി രാജാവും ശിശുവും പോൽ ബാലനെ പോലെ, ബാലനെ പോലെ സുഖമാവാൻ പരമാനന്ദ സ്വരൂപമായിരിക്കും. കാരണം ചിന്തനയറ്റ ഭൂമണ്ഡല ഇരാജനും, ചിന്തനാരൂപമായ ദോഷം എന്നാണ് പറയുന്നത്. ഈ ചിന്തന ഒരു ദോഷമായിട്ടാണ് പറയുന്നത്. ഏത് ഈ മനസ്സിന്റെ സങ്കല്പ വികല്പ രൂപമായിരിക്കുന്നത് ഒരു ദോഷം. ഈ ദോഷം നീങ്ങിയ ഒരു ചക്രവർത്തി രാജാവിനെ പോലെ, ഈ ചക്രവർത്തിയെ പോലെ, ചക്രവർത്തിക്ക് ഈ ചിന്ത ഇല്ലെങ്കിൽ
എങ്ങനെയാണ് അയാളുടെ ഇരിപ്പെന്ന് ചോദിച്ചാൽ, അതുപോലെ ഒരു കൊച്ചുകുട്ടി അവരുടെ എങ്ങനെയാണ് അവരുടെ ഇരിപ്പെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നു പരമാനന്ദ സുലഭമായിരിക്കുമെന്ന് പറയുന്നു. ഇത് രണ്ട് രാജാവിന് ചിന്ത ഏറ്റുപോകാൻ എന്ത് കാരണമല്ലേ? അയാൾക്ക് ഇഷ്ടത്തിന് സ്വത്തിന് സ്വത്ത്, ഇതിന് ഇത്, ആളിന് ആള്, എല്ലാ വിധത്തിലും അയാൾക്ക് എങ്ങനെയാണ്, അയാൾക്ക് ഒരല്ലില്ലാത്ത ഒരു നിലയാണ് അയാൾക്കുള്ളത്. മനസ്സിലായില്ലേ? ഇതിന് പോരാത്തോണ്ട് യൗവനയുക്തനുമാണ് എന്നിരിക്കുന്നത്. നല്ല ചെറുപ്പം, നല്ല യുവാവ്. അപ്പോൾ ഈ സമയത്ത് ആ ശാരീരികമായും മാനസികമായും ഉള്ള എല്ലാ കാര്യങ്ങളും ഒത്ത് ഇയാൾക്ക് ഒരു ദുഃഖവുമില്ല. ഇങ്ങനെ നിൽക്കുന്ന രൂപത്തിൽ ഒരു രാജാവ് നിൽക്കുന്ന ഈ നിലയിലാണെന്ന് നേരത്തെ പറഞ്ഞ ആ മുക്തൻ നിൽക്കുന്ന നിലയിലേക്കാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ചു കുഞ്ഞ്, അതും ഈ പറഞ്ഞ കണക്ക് അതിന് ഒരു ചിന്തകളുമില്ല, അതിനൊരു വറീസും ഇല്ല. വിശക്കുമ്പോൾ പാല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു ഉറക്കം ഉറങ്ങുന്നവരുണ്ട്. ഇത്രയും സമയത്തേക്കാണൊന്നും വേണ്ട. ആ രൂപത്തിൽ ഈ രൂപത്തിലാണ് പോലും നേരത്തെ പറഞ്ഞ മുക്തരുടെ അനുഭവം. മുക്തന്മാരുടെ അനുഭവം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഭൗതികമായി പറയാൻ ഇതല്ലാതെ ഒരു വകയില്ല. പറഞ്ഞു, ചക്രവർത്തി രാജാവും ശിശുവും പോൽ സുഖമാവർ. അവര് പരമാനന്ദമായിട്ടിരിക്കുമെന്നാണ് പറയണത്. ആ പരമാനന്ദമായിട്ടിരിക്കുന്ന പറയുമ്പോൾ ഉരുളി ഓർമ്മിക്കണം, അവരൊന്നും തുള്ളിച്ചാട്ടില്ല. ഈ പരമാനന്ദം എങ്ങനെയുള്ളതെന്ന് ചോദിച്ചാൽ അതിശയമില്ലാത്ത നിരതിശയമായിരിക്കുന്ന ഒരു ആനന്ദമാണ് ഇതിലുള്ളത്. ഈ നിരതിശയ ആനന്ദത്തെ വികാരപ്പെട്ട് വരുന്നതെല്ലാം വിഷയാനന്ദങ്ങളാണ്, വിഷയസുഖങ്ങളാണ്. നിരതിശയമായിട്ടാണ് ഈ ആനന്ദം ഇരിക്കുന്നതെങ്കിൽ അത് പരമാർത്ഥമാണ്. അതാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഉള്ളത്. അതിൽ വികാരപ്പെട്ടു അയ്യോ അങ്ങനെ ഇങ്ങനെ ഒരു ആ വൈകാരികത അതിൽ കൊണ്ടുവന്നിട്ട് അതിലൊരു സുഖം, ഇതാണ് വിഷയസുഖം. മറ്റത് ആ ചിന്തകളെല്ലാം മാറി വേറെ നോക്കി പറഞ്ഞാൽ ചിന്തിച്ചിട്ട് എന്ത് നേടാൻ, എല്ലാം സുഭിക്ഷമായി പൂർണ്ണമായിട്ടിരിക്കുന്ന ഒന്നിൽ ഇനി ഒരു ചിന്തയുടെ ആവശ്യം എന്തോ? ആ രൂപത്തിലേക്ക് അത് വരെയാണ്. അതാണ് രാജാവിന് പറഞ്ഞത്. രാജാവിന് ചിന്തിക്കാൻ ഒരാവശ്യമില്ല. അയാൾക്ക് നാളത്തേക്കോ വേണ്ടി എന്തെങ്കിലും കരുതണോ ഒന്നിൻ്റെ ആവശ്യമില്ല. ആ നിലയിൽ ആ ചക്രവർത്തി ഈ മുക്തന്റെ അനുഭവത്തിൽ ഇരിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ ശ്രുതി പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പുറത്തെ രാജ്യം വിട്ടിപ്പിടിക്കണമെന്നൊക്കെ പറഞ്ഞു പോയാൽ സംഗതി മാറി. പിന്നെയും കണ്ടില്ലേ, എന്തെല്ലാം കിട്ടിയാലും പിന്നെയും എന്നുള്ള രീതിയിലല്ല ഇപ്പോഴും നിൽക്കുന്ന ഓരോരുത്തരും. അതല്ലേ കൊള്ളായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഒരു ഏറ്റവും ഉന്നതമായ പുണ്യബലത്തിൽ വരുന്ന രാജാവെന്നാണ് പറയുന്നത്. ആ രാജാവിനാണ് ഞാൻ ഉപദേശം ചെയ്യാവുള്ളതെന്ന് പറയും. സുരേഷ്, അതിന്റെ അർത്ഥം മനസ്സിലായോ? എല്ലാം തികഞ്ഞ ഒരു ചക്രവർത്തി, ഒരു രാജാവിനാണ് ഇത് ഉപദേശിക്കാനായിട്ട് യോഗ്യനെന്നാണ്. കാരണം അവനെ സംബന്ധിച്ച് ഇതിന്റെ വറീസുമില്ല. എന്തെങ്കിലും ഇനിയിപ്പോ എന്തെങ്കിലും കൂടെ ഒന്നുമില്ല. അവന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇവർക്കാണ് ഈ ഉപദേശം പോകേണ്ടത്. നമുക്കും ആ രാജ്യം തുല്യമായിട്ട് മാറാം. എന്താണ് ഇതെല്ലാം ഈ പറയുന്ന കഥയില്ലാത്ത ഈ കാര്യങ്ങളെ എന്തിന് ശ്ലാഘിക്കണമെന്ന് വിചാരിച്ചു വിട്ടുപേക്ഷിച്ച് കഴിഞ്ഞാൽ അതും രാജാവിന് തുല്യതാണ്. അതല്ലേ ഒരിക്കൽ അക്ബറിന്റെ സിംഹാസനത്തില് ഒരു ഫക്കീർ കയറി ചെന്ന ഒരു കഥ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫക്കീർ കയറി ചെന്ന് കുറച്ചു നേരം നോക്കിക്കൊണ്ടുവന്നു. അപ്പം ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അള്ളാ എനിക്ക് നീ ഈ രാജ്യം തന്നു, മറ്റേ രാജ്യവും നീ എനിക്ക് തന്നു, എനിക്കിപ്പോൾ ആ രാജ്യം കൂടെ വേണോ, ഏതോ രാജ്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് ഉറച്ചാണ്. അത് ഫക്കീർ കേട്ടോണ്ടിരിക്കുക. കുറേ നേരം കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ചു നടന്നപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് അക്ബർ തിരിഞ്ഞപ്പോൾ കാണാൻ ഫക്കീർ വന്നിട്ട് പോയി, അയ്യോ എന്താ പങ്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോഴത്തേനും എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഞാനൊരു തെണ്ടിയാവാൻ ആഗ്രഹിക്കുന്നില്ല. വന്നതെന്തോ ചോദിക്കാറ്. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരാള് വേറെ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു തെണ്ടിയാവുന്ന എനിക്ക് ഇഷ്ടമല്ല. തിരിച്ചു ഇതാണ് മനസ്സിലാക്കണം. അപ്പൊ ആ രാജാക്കന്മാരല്ലേ ഈ പറഞ്ഞത്, സൂക്ഷ്മമാണ് പറഞ്ഞത്. ഒന്നുമില്ല, ഒരു വറീസും ഇല്ലാത്ത രൂപത്തിലിരിക്കും. കൊച്ചു കുട്ടികളും അതുപോലെയാണ്.
ഇവർ രണ്ടുപേരെയാണ് വേദം എപ്പോഴും ഉദാഹരിക്കുന്നത്. ആരെപ്പറ്റി? മുക്തന്മാരുടെ അനുഭവം എപ്പോഴും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്, രണ്ട് രൂപത്തിൽ ഇരിക്കുക. മനസ്സിലായി? അങ്ങനെയാണ് 88ാമത്തെ പദ്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒന്നുകൂടെ വായിക്കാം. ചിന്തനാരൂപമായ ദോഷമറ്റ പൂമണ്ഡല ഇരാജനും എന്നുവെച്ചാൽ ചക്രവർത്തി രാജാവും ശിശുവും പോലെ ആദി ബാലനെ പോലെ സുഖമാവർ പരമാനന്ദ സ്വരൂപമായിരിക്കും. പന്തമുക്തികൾ മറന്നു പോവും. അവർക്ക് ബന്ധമെന്നോ മുക്തിയെന്നോ പറയുന്നത് എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. ആ നിലയിലേക്ക് പോവും. അവിടെ ബന്ധം എന്താണോ മുക്തി എന്താണോ എന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അതാണ് അവരുടെ നില. ബന്ധമുക്തികൾ മറന്നു പോവും. ഉണ്ടെൻ്റെ ബന്ധമുക്തികൾ ഉണ്ടെന്ന് പലർ ചൊല്ലിൽ പല മതസ്ഥർ പറയുകയാണെങ്കിൽ നഗയാവാം. ഇതെന്ത് മുഴുഭ്രാന്താണെന്ന് എന്ന് കരുതി വിശ്വസിക്കില്ല. അങ്ങനെ ഒരു ബന്ധവുമില്ല, അങ്ങനെ ഒരു മുക്തിയില്ല. ആ നിലയിലേക്കാണ് അവരുടെ ഇരിപ്പ്. നമ്മൾ ഊഹിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് പോയിരിക്കുകയാണ്. ഇതിനൊരു ഉപമ പറയുന്നു. ഒരു കൊച്ചു എന്ന് പറഞ്ഞാൽ കൊതുക് എന്നാണ്. ഒരു കൊതുക് അന്തരത്തെ ഉണ്ട് മികഴുന്നത്. സർവത്ര പരിപൂർണമായ ആകാശത്തിനെ ഞാൻ കാണവേ ഉണ്ട് കക്കി വെച്ചു എന്നു ഇപ്രകാരം പറയുന്ന ഭ്രാന്തന്മാരെ ആരും വിശ്വസിക്കുന്നു. ഒരു കൊതു, ഒരാൾ പറയണം, നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുക പറയണം, ഈ ആകാശത്തിന് ഒരു കൊതു ഭക്ഷിച്ചു കളഞ്ഞത്, കുടിച്ചു കളഞ്ഞത് എന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതുപോലെയാണ് അവർ വിശ്വസിക്കില്ല. ആര്? ഈ മുക്തന്മാരായിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ബന്ധവും ഏതാണെന്നോ മുക്തി ഏതാണെന്നോ അവർക്കില്ല. എന്തുകൊണ്ട് മുക്തിക്ക് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ബന്ധം തോന്നുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ ബന്ധമില്ല. ബന്ധം തോന്നുന്നത് എന്തുകൊണ്ട്? അതാണ് അജ്ഞാനം കൊണ്ടുവന്നത്. ഇപ്പൊ ഈ അജ്ഞാനത്തെ മാറ്റിയാൽ ആ ബന്ധം എന്ന് പറയുന്നതിലില്ല. താൻ മുക്തനാണ് എന്നുള്ള അനുഭവം, സത്യാനുഭവം ഇതിൽ പ്രകാശിക്കും. ഇപ്പം നമ്മളെല്ലാം അയ്യോ മുക്തിക്ക് ആഗ്രഹിച്ച് പ്രവർത്തിക്കുക. അവർ പറയണോ ബന്ധം ഉണ്ടായിട്ട് വേണ്ട മുക്തിക്ക് പരിശ്രമിക്കാൻ. അതൊക്കെയാണ് അജാതവാദത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. പിറന്നതുണ്ടാകാനുണ്ടോ പിറகு ചാകുவது താൻ ഉണ്ടാകും, പിറന്നതേ ഇല്ല എന്ത് എന്നൊക്കെ പറഞ്ഞാണ് അവർ പോണത്. ശരിക്കും ജനിച്ചിട്ടേ ഇല്ലെന്ന് ആരും. പിറന്നതേ ഇല്ല എന്ത് എന്നുള്ള രൂപത്തിൽ അജാതവാദം ഇതിനെ ചർച്ച ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ വരും. അപ്പോൾ ഒരു കൊതുക് ആകാശത്തെ ഉണ്ട് കളഞ്ഞെന്ന് പറഞ്ഞാൽ എപ്രകാരം ആരും വിശ്വസിക്കില്ല. അതുപോലെയാണ് ഈ ബന്ധമുക്തികളെ പറ്റി പലരും പറയുന്നതിനെ കേട്ടിട്ട് മുക്തന്മാരായിരിക്കുന്നവർ ഇരിക്കുന്നത്. അത് സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല. കാരണം രമണ ഭഗവാൻ തന്നെ അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ്. ഭഗവാൻ എടുത്തു പോയി ഓരോന്ന് ചോദിക്കും. ഭഗവാൻ പകൽ പോലെ തെളിഞ്ഞിരിക്കുന്ന ആ ആത്മജ്ഞാനം അദ്ദേഹത്തിന് ഇരിക്കെ ഇവർ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല. ശരിക്കും അത് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അവർ പറയും ഇതെല്ലാം നിപ്പാട്ട്, ഞാൻ പറയണ കേള്, നീ എന്താ ആത്മവിചാരത്തെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിടും. എന്തെന്ന് പറയാനാണ്? ഇതിനെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയേണ്ടിയുള്ളൂ. നീ ആത്മവിചാരത്തെ ചെയ്യാൻ പറയും. ഞാൻ അത് യോജിച്ചില്ല. ഇത് മാത്രമേ സ്വാമിക്ക് പറയാനുള്ളൂ, വേറെ ഒരു ചുറ്റും പറയാനുള്ളൂ. സ്വാമി പല അവസരത്തിലായിട്ട് ഈ ഒരു കാര്യം വെളിവാക്കിയ സന്ദർഭങ്ങളുണ്ട് കേട്ടോ. രമണഭഗവാൻ ഇതിൻ്റെ ആളാണ് ശരിക്കുള്ള. കാരണം അദ്ദേഹത്തിന് അറിഞ്ഞൂടല്ലോ ഏത് ബന്ധം. അത് മറന്നുപോയതാണ്. കാരണം അവർക്കുണ്ടായിരുന്നതാണോ? പക്ഷെ ജ്ഞാനോദയത്തോടു കൂടി എല്ലാം മറന്നുപോയി. മനസ്സ് തന്നെ പോയില്ലേ, എല്ലാം സംസ്കാരമൊക്കെ നശിച്ചു പോയി. ഈ രൂപത്തിലാണ് ശ്രീനി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെയാണ് ഇവിടെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാമി പറഞ്ഞിട്ട് ധരിപ്പിക്കുന്നത്. പറഞ്ഞു ഈ മുക്തന്മാരുടെ അനുഭവത്തെ പറ്റി വേണമെങ്കിൽ ഭൂമണ്ഡലൈരാജനും ചിന്തയറ്റ ഭൂമണ്ഡലൈരാജനും ശിശുവുമ്പോൾ സുഖമായി വാഴുക. ഇത് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഊഹിക്കുക, ഒരു കൊച്ചുകുട്ടിയെ നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. കാരണം അവന് ഒന്നിനെ പറ്റിയും ചിന്തയില്ല. അപ്പൊ അങ്ങനെ കിടക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ അന്തരംഗം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഈ മുക്തന്റെ അന്തരംഗം പോലെ ഇരിക്കുമെന്നാണ് പറഞ്ഞത് അർത്ഥം. അതുപോലെ എല്ലാം സർവഭൗമനായ ഒരു ചക്രവർത്തി എല്ലാം ഉണ്ട്. അയാളും ചിന്ത ഈ പറയുന്ന ഇനിയൊരു
രാജ്യം വെട്ടിപ്പിടിക്കണമെന്ന് അങ്ങനെയുള്ള ചിന്തകൾ ഇല്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ അയാൾ ഉള്ളവും ഇതുപോലെ ഇരിക്കും. സ്വാമി പറഞ്ഞാൽ കേട്ടു, ഇങ്ങനെ പോകുന്നവരെല്ലാം മുക്തി അടഞ്ഞില്ലെങ്കിൽ ഇനി വരുന്നത് രാജാക്കന്മാരായിട്ടാണ്. മഹാരാജാക്കൾ, കാരണം എല്ലാം സുഭിക്ഷമായുള്ള രാജാക്കന്മാരായിട്ട് വരും. അവിടെ ഇരുന്നുകൊണ്ടാണ് അവർക്ക് അടുത്ത സ്റ്റേജിൽ പ്രവർത്തിക്കാൻ പറ്റും. മനസ്സിലായോ? ഇതിനൊക്കെയാണ് ഒരു നിമിഷം കൊണ്ടൊന്നും ഈ മുക്തിപഥത്തിലേക്ക് ആരും കയറുന്നില്ല. ഇതിന് പല 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 ജന്മമെടുത്ത് അതിനോട് അടുത്തടുത്തടുത്ത് വരെയാണ് ആളുകൾ. കുടിവാന ജന്മത്തിൽ ബ്രഹ്മം വലുതായി തോന്നി. അതായത് ആ മുക്തി വരുന്ന ആ ജന്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം വലുതായി തോന്നുന്നു പറഞ്ഞാൽ ഈ പറയുന്നില്ല, ഈ വേദം പറയുന്നതല്ല, കരുതലാമലകം പോലെ അനുഭവത്തിൽ ഇരിക്കുക അവർക്ക് ഉള്ളിൽ. അവരുടെ അനുഭവമാണ് വെളിയിൽ വേദമായിട്ട് നിൽക്കുന്നതെന്ന് അവർക്കറിയാം. ഇങ്ങനെയാണ് ആ ഉപമയും മനസ്സിലായത്. കാരണം ഒരു പൊതു ആകാശത്തെ മുഴുവൻ ഉണ്ടുകളെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക. ഇതുപോലെയാണ് ബദ്ധമുക്തികളെ പറ്റി മുക്തന്മാരോട് സംസാരിച്ചാൽ അവർ പറയണത്. ഈ ഭ്രാന്തന്മാർ ഓരോന്ന് പറയുന്നതായിട്ട് അവർ പറയും. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സന്ദർഭം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാള് സ്വാമിയെ കാണാൻ വന്നു, ദൂരെ നിന്നാണ്, രമണ ഭഗവാനെ കാണാൻ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ അയാൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സ്വാമി ആത്മവിചാരം ചെയ്യേണ്ട വിധത്തെ പറ്റി പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് എണീറ്റിട്ട് അപ്പോൾ സ്വാമി പറഞ്ഞു, ഇത് ഉക്കാര് എന്നെ പറയുന്നതൊക്കെ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ ഇതിന് യോഗ്യനല്ല, ഈ ജ്ഞാനം വിചാരം കേൾക്കാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ അയാൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അയാൾ ഒരുപാട് പാതകൾ ചെയ്തു ഈ ജന്മത്തിൽ. അയാളെ കൈപ്പെട്ട് മരിച്ചു പോയവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഞാൻ ഇതിന് കേൾക്കാൻ യോഗ്യനല്ല സ്വാമി, അതുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ നിരന്തരം പറഞ്ഞിട്ട് സ്വാമി പറഞ്ഞു, നീ ഉക്കാര് എന്ന് പറഞ്ഞു പീഡിക്കാൻ പറഞ്ഞവിടെ. എന്നിട്ട് പറഞ്ഞ് ഞാൻ പാവകർമ്മം ചെയ്തു നീ പറയാതെ നീ ഇത് കേൾക്കാൻ പറഞ്ഞത്, ഞാൻ ഈ പറയുന്നതിന് കേൾക്കാൻ പറഞ്ഞു. മനസ്സിലായോ? ഇപ്പൊ പാവകർമ്മം ചെയ്തോ ഇതെല്ലാം കർമ്മജന്യമായിട്ട് പലതും ഇതിലുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തു പിടിച്ചോണ്ടിരുന്ന ആർക്കെങ്കിലും ഇതിലോട്ട് വരാൻ പറ്റുമോ? ആത്മവിചാരത്തെ കേൾക്കണം, കേട്ട് ഇതിൽ വരാം. വേറൊന്നുമില്ല. ഇതുവെല്ലാം സ്വപ്ന സന്നിഭമായിരിക്കുന്ന ഈ ലോകത്ത് എന്തൊക്കെയോ സ്വപ്ന സന്നിഭമായ കുറെ കാര്യങ്ങൾ ചെയ്തവർ തന്നെ എല്ലാവരും അല്ലേ. ഇതൊക്കെ പോയി പിടിച്ചെടുത്തോണ്ടിരുന്ന വല്ല ഒരു കാലത്തെങ്കിലും രക്ഷപ്പെടുകയില്ലേ. അതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത്, നീ അതെല്ലാം ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് നീ ഇത് ഇത് കേട്ടിട്ട് നീ ഇത് അനുഷ്ഠിക്കാം. അങ്ങനെ പറഞ്ഞു വിട്ടു പല സന്ദർഭങ്ങളും. അതാണ് പറഞ്ഞത്, ഒരു ജ്ഞാനി എപ്പോഴും ഒരു ജ്ഞാനിയുടെ പ്രകൃതം എന്താണെന്ന്, എല്ലാവരും ജ്ഞാനസ്വരൂപങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കും. അവരുടെ കണ്ണിൽ അജ്ഞാനികളില്ല. സൂര്യൻ്റെ മുമ്പേ ഇരുട്ടിലാവും. ഇരുട്ട് എവിടെയെങ്കിലും ഉണ്ടോ? സൂര്യന് ഇരുട്ട് അറിയാമോ? ഇരുട്ടിനറിയാമോ സൂര്യൻ? ഇതുപോലെയാണ് ജ്ഞാനികളും. ഇരുട്ടാവും സൂര്യൻ അറിയാത്ത പോലെ. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം ആ വെളിച്ചം കൊണ്ട് എല്ലാം ഒരേപോലെ ആയിപ്പോകും. എല്ലാം ബ്രഹ്മരൂപങ്ങൾ, തേജോ പുഞ്ചങ്ങളായിട്ടാണ് അവർ കാണുന്നത്. അജ്ഞാനികൾ നമ്മൾ പറഞ്ഞാലും എല്ലാം അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നതാണ്. വാസ്തവത്തിലെല്ലാം തേജോ പുഞ്ചങ്ങളാണ്, വിളക്കുകൾ ഓരോരോ റാന്തി കത്തിച്ച് വെച്ചിരിക്കുക. ഇതാണ് മഹത്തുക്കളുടെ ദൃഷ്ടി. ഞാൻ ജയപ്രകാശാനന്ദ ഗുരുദേവനെ കാണാൻ പോയപ്പോഴേ എനിക്ക് വളരെ ചെറുപ്പം, ഇപ്പം ചിന്മയാനന്ദ സ്വാമികൾ അപ്പോഴാണ് അവിടെയായിട്ടൊക്കെ അടുത്ത സമയമാണ്, എവിടെയായിട്ട് സന്നിധിയായിട്ട് വളരെ ആദ്യകാലങ്ങളിൽ സ്വാമിക്കുള്ള പ്രത്യേകത എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കും. വലിയ വലിയ മഹത്തുക്കളെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിക്കും. ഞങ്ങളെല്ലാവരും കൊണ്ടുപോയി. ഒരിക്കൽ പോയി, ഞാനും പോയി. അപ്പോൾ പോയപ്പോഴാണ് സ്വാമി ആ ഒരു ചെറിയ ഒരു മുറിയിൽ, അവിടെ ഇരുട്ടാണ്, അവിടെ സ്വാമി വെളിച്ചം ഉപയോഗിക്കില്ല കേട്ടോ. ലൈറ്റ് ഇടുന്ന സ്വാമിക്ക് ഇഷ്ടമല്ല. സ്വാമി ടാർച്ച് കയ്യിൽ വെച്ചേ, ഒരു ടാർച്ച്. വേറെ ഒന്നുമില്ല, സ്വാമി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആരെയും നോക്കിയൊന്നുമില്ല. പക്ഷേ ഒന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് മുഖത്ത് ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് നോക്കും. ഞാനും നോക്കിയപ്പോൾ നമ്മുടെ മുഖത്തും അടിച്ചു സ്വാമി. ഇത് സ്വാമി പറഞ്ഞതാണ്, ആരിത് ആത്മാരാമനല്ലേ,
തമ്മിൽ മനസ്സിലായ അവരുടെ കാഴ്ച വേറെയാണ്. നമുക്ക് പോലും അറിഞ്ഞൂടാ എന്താണ് ഏതാണെന്ന് ആത്മാരാമൻ നമുക്ക് പറഞ്ഞൂടാ. പക്ഷെ അവരത് കണ്ട്, അത് ആദ്യമേ തന്നെ അവർ ആ ടോർച്ചടിച്ചേക്ക് അവർ കണ്ട് സ്വാമി. അപ്പം നമ്മളത് മനസ്സിലാക്കിയില്ല. തിരുമേനി സ്വാമി പറഞ്ഞു, എടാ നിനക്ക് സ്വാമി വലിയ പേരാണല്ലോ ഇട്ട് തന്നത് ആത്മാരാമനെന്ന്. അപ്പോൾ നമുക്ക് അപ്പോഴും എല്ലാം അറിയാം ആത്മാരാമനെന്തൊരു എന്തൊരു ഒന്നും പറഞ്ഞു. മഹത്തുക്കൾക്ക് അറിയാമല്ല. ഇതാണ് മഹത്തുക്കളുടെ പ്രത്യേകത. ഇവിടുന്ന് പോയവരെല്ലാവരെയും സ്വാമി ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ആര് ചിത്രാശാന സ്വാമി. നമുക്ക് ഗുരുദേവനെ പറ്റി നമുക്കൊന്നും പറഞ്ഞറിവേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതുപോലെ ശോഭിച്ച ഒരാളായിട്ടാണ് ഈ ചിത്രാശാന സ്വാമി പറ്റി പറയുന്നത്. ഇതുപോലെ അതായത് ഗുരുദേവന്റെ അതേ ലെവലിലേക്ക്. പക്ഷെ ഒരു ഇത്രയും വിനയമുള്ള ഒരു സ്വാമിയെ ലോകത്തിൽ കാണാൻ കിട്ടില്ല. ഈ 90 വയസ്സിലും അവിടെ ഗുരുപുഷ്പാഞ്ജലി പറയാനായിട്ട് വരും പൂജ സമയത്ത്. എന്നിട്ട് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം മുതൽ ഇത് ഊറ്റിയിട്ട് ശ്ലോകം പറഞ്ഞു. അതെങ്ങനെ അചിന്ത്യ അവ്യക്ത രൂപായ, അതോ വല്ലില്ലാത്ത വാവെന്ന് പറയും. അപ്പൊ കാണാൻ മറ്റുള്ളവരെല്ലാം അചിന്ത്യ അവ്യക്ത രൂപ നിർഗുണായ ഗുണാത്മനി നിർഗുണായ, ഇങ്ങനെ 2 പ്രാവശ്യം പാടുന്ന സമയം കൊണ്ടാണ് 110 പാടി തീർക്കുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ ആ ഗുരുവിന് വെച്ചിരിക്കുന്ന ആ ഭക്തി, ആ ഒരു ഇത് എത്രത്തോളം വലുതെന്നറിയാമോ. ആ രീതിക്കാണ് അവർ ആ നിലയിൽ അങ്ങനെ വിരാജിച്ചത്. പിന്നെ ശരീരം പോകുന്നത് എല്ലാവരും നോക്കിയിട്ടാണ് ചിലർ പറയുന്നത്, അയ്യേ അത് അങ്ങനെയായി പോയി ഇങ്ങനെ. അതല്ല, അത് ഇതിലൊരു പ്രശ്നമേ അല്ല. അത് പറഞ്ഞതില് കാറ്റിലോ മഴയിലോ ആറാതെ കൊണ്ണിലോ പേയാതെ തേയിലോ എന്നുയർപ്പിരുന്നിടും പിള്ളൈ നടരാതെ. ശരീരം പോകുന്നതിന് അതിലൊരു മാഹാത്മ്യമായിട്ടൊന്നും പറയണ്ട. അവര് ശരീരമല്ലല്ലോ. ശരീരം കർമ്മജന്യമായിട്ട് വന്നു. ഈ ശരീരം കർമ്മജന്യമായിട്ട് പോകും. ജ്യോതിഷം അത് പറയുന്നത്. അഷ്ടമാധിപൻ നിൽക്കുന്ന ആ ഒരു സ്ഥാനം, അതിൽ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ഇതെല്ലാം വെച്ചുകൊണ്ട് മരണം നിശ്ചയിക്കും. ആര് നിശ്ചയിക്കും? ജ്യോതിഷികൾ നിശ്ചയിക്കും. അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ പോകും. വെള്ളത്തിൽ വീണ് പോകുന്നവരുണ്ട്, തീയിൽപ്പെട്ടു പോകുന്നവരുണ്ട്. ഇതെല്ലാം അതിൻ്റെ കർമ്മജന്യമായി വന്നിരിക്കുകയല്ല. ആ ശരീരത്തിൽ മുക്തി കിട്ടിയില്ലെന്ന് ആർക്കും പറയാൻ പറ്റുമോ? അവരെ ഈ ശരീരമായിട്ട് അവർക്ക് എന്ത് ബന്ധം? ജ്ഞാനം അടഞ്ഞതോടുകൂടി അവർ മനസ്സിലാക്കി ഈ ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ ഞാനല്ല, ഞാൻ ഇതിൽ നിന്ന് വിലക്ഷണമായിരിക്കുന്ന ആ അറിവാണ് ഞാൻ. അതവര് ബോധിച്ചു, സാക്ഷാത്കരിച്ചു. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നാലും ഈ ശരീരം അതിലിരിക്കും. ശരീരം അങ്ങനെ തന്നെ വളരെ കഷ്ടപ്പെട്ടൊക്കെ പോകുന്ന പോലെ നമുക്ക് തോന്നും. അവരെ സംബന്ധിച്ചല്ല. ശരീരം എങ്ങനെ പോകും എന്നാണ് പറയുന്നത്. അത് വെച്ച് മാർക്കിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും വലിയ മഹത്തുക്കളെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ്. അങ്ങനെയല്ല. ഇന്നലെ സ്വാമി ഇതിനെപ്പറ്റി നല്ലൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. സ്വാമി പറഞ്ഞ അത് എങ്ങനെയാണോ പോകും. ആ ശരീരം പോകുന്നതിനെ പറ്റി നാരായണ ഗുരുദേവൻ്റെ അടുത്ത് വെച്ച് സ്വാമി അങ്ങ് ശരീരം പോകുമ്പോൾ മരിച്ചു പോകുമ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തിട്ട് സ്വാമി എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞൊരു കാര്യം ചെയ്യണോ, ശരീരത്തിന് ഒരു 5-6 പീസാക്കിയിട്ടേ തെങ്ങിൻ്റെ മൂട്ടിലെല്ലാം പിടിച്ചിട്ടുണ്ടോ. അങ്ങനെ മനസ്സിലായ അത്രയേ ഉള്ളൂ പ്രാധാന്യം. ഇതിനൊരു പ്രാധാന്യം ഇല്ലല്ലോ. ഇത് തെങ്ങിന് വളമെങ്കിലും ആവട്ടെ എന്നുള്ളത് ഈ രൂപത്തിൽ പറയുന്നത് വെച്ചാൽ അർത്ഥം മനസ്സിലായ അവര് ശരീരമായിട്ട് എന്ത് ബന്ധം? ഒന്നുമില്ല, ബന്ധവുമില്ല. അവര് മനസ്സിലായി. നമ്മൾ പോലും പരോക്ഷമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ശരീരം ഇതിന് വിലക്ഷണമാണെന്ന് നമുക്ക് എപ്പോഴും ഇരിക്കേണ്ട അജയ. നമുക്ക് പിന്നീട് നോക്കുമ്പോഴേ വരുന്നു, മനസ്സ് വന്നാലേ ശരീരമുള്ളൂ. ഇല്ലെങ്കിൽ ഈ ശരീരമില്ല, കേവലം അറിവായിട്ട് താൻ നിൽക്കുന്നതായിട്ട് എപ്പോഴും അനുഭവമാണ്. എല്ലാവരുടെയും അനുഭവമാണ് നിത്യാനുഭവം. ഈ അറിവാണ് ഞാനെന്ന് സാക്ഷാത്കരിപ്പിക്കലാണ് വേദത്തിന്റെ ഉദ്ദേശം. ഇതിന് തടസ്സമായി നിൽക്കുന്നതാണ് ഈ മനസ്സെങ്ങനെയാണ് നിൽക്കുന്ന? സങ്കല്പം ചെയ്ത് നിൽക്കുക. അത് കുറച്ച് സങ്കല്പം ചെയ്ത്, ഇത് കുറച്ച് സങ്കല്പം ചെയ്ത്. അപ്പൊ ഇതിനെ ഒന്ന് തളയ്ക്കാനാണ് ഈ ഉപാസനകളെയൊക്കെ അവിടെ കൊണ്ടുവന്നത്. കാരണം ഇങ്ങനെ പോകുന്ന മനസ്സിനെ എല്ലാം കൂടെ ഒരു കുറ്റിയിൽ കെട്ടിയിടാനായിട്ടുള്ള പരിപാടിയാണ് അത് ചെയ്തത്.
ഒരുപാട് പോകണ്ട. അപ്പോൾ അതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇതിലില്ല. അങ്ങനെ നിർത്തി മനസ്സിനെ പതുക്കെ ഈ ഇതങ്ങ് വിടും. അത് വിട്ട് കേവലം അരണ്ടാകാരമായിട്ട് നിൽക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ 89 വന്നു. മരടി മൈന്ദനും താണുവിൽ പുരുടനും വാൻമലർ ചൂടി ഇലകു കന്ദർപ്പ നഗരിയിലെ ചുത്തികൈ ഇരതം വിலை പേശി കലകമായും ഉയർക്കൊമ്പിനാൽ കുത്തിയെ കളൈത്തിരുവരും ആണ്ടാർ അലകയായിനും വിവരനും വിവകാരത്തെ അറിന്തവർ മയങ്കാതെ. മരടി മൈന്ദനും താണുവിൽ പുരുടനും വാൻമലർ ചൂടി ഇലകു കന്ദർപ്പ നഗരിലെ ചുത്തികൈ ഇരതം വില പേശി കലകമായി മുയക്കൊമ്പിനാൽ കുത്തിയെ കളൈത്തിരുവരും ആണ്ടാർ അലകയായിനും വിവകാരത്തെ അറിന്തവർ മയങ്കാതെ. മരടി പ്രസവിച്ച മകനും താണുവിൽ പുരുടൻ കല്ലിൽ തോന്നിയ പുരുഷനും ആകാശത്തിലുണ്ടായ പുഷ്പങ്ങളെ മുടിയിൽ അലങ്കാരമായി ചൂടിക്കൊണ്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഗന്ധർവ നഗരത്തിൽ ചിപ്പി വില വെച്ച് പറഞ്ഞു കലകമായി. മുയൽക്കൊമ്പിനാർ കുത്തി കലകമുണ്ടായി. മുയൽക്കൊമ്പുകളാൽ ഓരോരുത്തരും മറ്റേ ആളിനെ പരസ്പരം കുത്തി കളയി തിരുവനുമാണ്. അങ്ങനെ കലകം മൂത്ത് രണ്ടുപേരും അടികൂടി അക്കാരണത്താൽ മരിച്ചു, പിശാചുക്കളായി മാറി. എനും വിവകാരത്തെ ഇപ്രകാരം പറഞ്ഞ ഈ വഴക്കിനെ അറിന്തവൻ മയങ്കാൻ. കള്ളന്മാരെന്ന് അറിയാത്ത ബാലൻ വിശ്വസിച്ചാലും ഇതെല്ലാം ഇല്ലാത്തതാണെന്നറിഞ്ഞ വിദ്വാൻ വിശ്വസിക്കുകയില്ല. ഇതുപോലെ ഇത് പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. എന്തായാലും മരടി മൈന്ദൻ എന്ന് പറഞ്ഞാൽ മലടിയുടെ കൊച്ച്, മലടിയുടെ പുത്രൻ. എന്തായാലും മലടിക്ക് കൊച്ചുണ്ടാവില്ല അല്ലേ. താണുവിൽ പുരുടൻ നമുക്കറിയാം. ഈ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ഒരു മയിൽക്കുറ്റികൾ അവിടെ ഇവിടെ വച്ചിട്ടുണ്ട്. അതിലേക്ക് ചിലപ്പോൾ നമുക്ക് ഒരാളായിട്ട് തോന്നും. അതിനെപ്പറ്റി പറഞ്ഞ എങ്ങനെയാണ്? കള്ളനും പോലീസും. ഇപ്പം കള്ളനെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് പോലീസ് വരെയാണ്. പോലീസ് നോക്കിയപ്പോൾ കാണാം ആ മയിൽക്കുറ്റിയാണ്. ആ മയിൽക്കുറ്റിയിൽ കള്ളനെ കാണും. ആ മയിൽക്കുറ്റിയിൽ കണ്ടത് കള്ളനെയാണ്. അപ്പോൾ കള്ളനെന്ന് പറഞ്ഞ അയാൾ വരും. ഇതേ മയിൽക്കുറ്റിയെ പോലീസ് എന്ന് പറഞ്ഞ് കള്ളൻ നിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ആ മയിൽക്കുറ്റിയെ കള്ളനായിട്ടും പോലീസായിട്ടൊക്കെ അവർ കാണുന്നത് പോലെ. അപ്പോൾ മയിൽക്കുറ്റിയിൽ കള്ളനില്ല. പറഞ്ഞില്ലേ? ഇവിടെ പറയാണ് മലടി പ്രസവിച്ച മകനും കല്ലിൽ തോന്നിയ പുരുഷനും വാൻമലർ ചൂടി ആകാശത്തിലുള്ള പുഷ്പത്തെ എടുത്ത് ചൂടി, ആകാശത്തിൽ വിടർന്ന പുഷ്പത്തെ തലയിൽ ചൂടി അലങ്കാരമായി ചൂടിക്കൊണ്ട് ഇലകു കന്ദർപ്പ നഗരിലെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഗന്ധർവ നഗരത്തിൽ ചുത്തികൈ ഇരജതം വില പേശി, അതായത് ചിപ്പി വെള്ളിയെ വില വെച്ച് പറഞ്ഞു. ചിപ്പിയിൽ വെള്ളിയില്ല, അത് ഈ സൂര്യപ്രകാശത്തിൽ തോന്നണം. അപ്പൊ എല്ലാം തോന്നലായിട്ടിരിക്കുന്നതിനെയാണ് അവരെടുത്തിരിക്കുന്നത്. കലകമായി ഇവരുടെ ഇടയിൽ കലകമായി ആ ചിപ്പി ആ വെള്ളി എനിക്ക് വേണമെന്നും അവർക്ക് വേണമെന്നും ഒക്കെ പറഞ്ഞ് പരസ്പരം കലഹമായിരുന്നു. കലഹമായ മാത്രമല്ല, കലകം മൂത്ത് അവിടെ നിന്ന് ഒരു മുയലിന്റെ കൊമ്പെടുത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി രണ്ടുപേരും ചത്തു എന്നുള്ള കഥ. ഇതാണ് കഥ. ഇതിൽ ഈ കഥ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വ്യവഹാരത്തിന് കാരണമാണോ? ശരി, ഒന്നും ഉള്ളതല്ല. മലടിക്ക് മകനില്ല, താണുവിൽ പുരുഷനില്ല, ആകാശത്ത് താമരയില്ല, മുയലിന് കൊമ്പില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈ കാര്യങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യവഹരിക്കുന്ന രൂപത്തിൽ ആരിരിക്കും? ബാലന്മാർ നിൽക്കും. എന്നുവെച്ചാൽ ഒന്നും അറിയാത്ത കുട്ടികൾ നിൽക്കും. ഒരു വിദ്വാൻ നിൽക്കുമോ? ഇതാണ് ഈ ലോകത്തിന്റെ കഥ. ലോകത്തിന്റെ കഥ എന്ന് പറയുന്നത് ഇല്ലാത്ത പ്രപഞ്ചം. ഇല്ലാത്ത എങ്ങനെയാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞത്? വ്യവഹാരത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ അങ്ങനെയാക്കി വെച്ച് നമ്മൾ വ്യവഹരിക്കുകയാണ്. വാസ്തവത്തിലുണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ലാത്ത ഇതിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വ്യവഹരിച്ച് നിൽക്കുന്ന ആർക്ക് സാധിക്കും? അറിവില്ലാത്ത മൂഢന്മാർക്ക് സാധിക്കും.
അറിവുള്ളവർക്ക് സാധിക്കുമോ? വിദ്വാൻമാർക്ക് സാധിക്കില്ല. ഇവിടെ വിദ്വാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനികളാണ്, മറ്റേ മൂഢന്മാരുള്ള അജ്ഞാനികളെയാണ്. അജ്ഞാനികൾക്ക് സാധിക്കും, പക്ഷെ ജ്ഞാനികൾക്ക് ഇത് സാധിക്കില്ല. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഇതാണ് എങ്ങനെയാണ് അതിന്റെ മലടിയുമായി നമ്മൾ പറയും, കൂടെ പറയും, ഈ മലടി മോന്റെ മകന്റെ ജാതകം ആരെങ്കിലും നോക്കൂ, നമ്മൾ സാധാരണ പറയും ഇല്ലേ, മലടി മകന്റെ ജാതകം നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാര്യം മലടിക്ക് മകനേ ഇല്ല, പിന്നെ അതിന് ജാതകം നോക്കേണ്ട. അപ്പൊ ഇതെല്ലാം വ്യവഹാരം ബുദ്ധി ഇല്ലാത്തവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ആ മലടിക്ക് മകനില്ല എന്നുള്ളത് മറന്നു നിന്നുകൊണ്ട് ഇതിൽ വ്യവഹാരത്തെ ഉണ്ടാക്കും. പിന്നെ സ്വാമി ഒരു കാര്യം പറയുകയാണ്. അപ്പോൾ ഇവർ കുത്തി എന്ന് പറഞ്ഞപ്പോൾ സ്വാമി അവിടെ കൊണ്ട് ഇതുകൊണ്ട് തീർന്നേ, സ്വാമി അവിടെ നിന്ന് അപ്പുറം പോയി. എങ്ങനെയാന്ന് വെച്ചാൽ അപ്പോൾ ഒരാളുടെ വ്യവഹാരം ഇതാണ്. അയാൾ പറയുന്നത് കഷ്ടമായി പോയി, എന്തായാലും വെറുതെ കിട്ടിയതല്ലേ വെള്ളി അല്ലേ, രണ്ടുപേരും തുല്യമായി പാകത്തെടുത്ത് സന്തോഷമായിട്ട് പോയിക്കൂടായിരുന്നോ? അതാണ് ഒരാൾ പറഞ്ഞത്. അതൊരു വ്യവഹാരം തന്നെയാണ്. വേറൊരാൾ പറയാണ് കുത്തിയത് വർമ്മത്തായിരിക്കും, അതാണ് അപ്പോഴത്തെ അതിൽ ചാവില്ല. ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്തിൽ ഇതിലൊരു വ്യവഹാരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർ പറയുന്നു, യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, ഇത് വിവേകമുള്ള ഒരാളിനെ സംബന്ധിച്ച് ഇതിൽ എവിടെയെങ്കിലും ഒരു വ്യവഹാരത്തിന്റെ ലാഞ്ചനയുണ്ടോ? അതുകൊണ്ടാണ് അവർ പാടെ തള്ളിക്കളഞ്ഞു. മഹത്തുക്കൾ എന്താണ് ചെയ്യുന്നത്? ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവർക്കിത് കൃത്യമായിട്ട് അറിയാം, കഥയില്ലാത്ത കാര്യം അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആരെങ്കിലും അവർ പറഞ്ഞ് വിശ്വസിക്കും, ഈ കഥയില്ലാത്ത ഈ കാര്യങ്ങളിലൊന്നും നിങ്ങൾ പോയി ഈ തല അറിയണ്ട, വെറുതെ സമയം കളയാനേ ഉള്ളൂ. വ്യവഹരിക്കുക, മനസ്സിനെ ഇളക്കിയിട്ട് എന്താണ് ഗുണം? അതിന് അല്പ സുഖങ്ങളുണ്ട്, ആ വൈകാരിക സുഖങ്ങളുണ്ട്. അതിനെയാണ് ആഹരിച്ച് നമ്മൾ ഇങ്ങനെ ഗംഭീരന്മാരായിട്ട് നടക്കുന്നത് പോലെ നടക്കുന്നത്. ഇതിനെ ഉപേക്ഷിക്കാനാണ്, അതുപോലെ ഇതിനെല്ലാം വിട്ടുപേക്ഷിക്കും. ഇത് കളഞ്ഞിട്ട് എങ്ങനെയാണ് കളയാനുള്ള ജ്ഞാനക്കൊടിൽ കൊണ്ട് ഇതിനെല്ലാം എടുത്ത് വെളിയിൽ കളയാം. ജ്ഞാനക്കൊടിൽ വെച്ചാൽ വിചാരം, ആ വിചാരം കൊണ്ട് ഈ പറയുന്ന ഇതിനെല്ലാം എടുത്ത് വെളിയിൽ കളയാം. ഇത് കളഞ്ഞതിൻ്റെ അർത്ഥം എന്തിനാണ്? താൻ മാത്രമായിട്ടുള്ള ഇരുപ്പതിൽ വരും. അറിവേ സ്വരൂപമായിട്ടുള്ള ആ ഒരു നില ഇതിലുണ്ട്. ഒട്ടത്തിരി പാടിയുണ്ടല്ലോ. അതും സാന്ദ്രാനന്ദാവബോധാത്മകം അനുഭവിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ സഹസ്രേണ നിർവാസ്യമാന അസ്പഷ്ടം ദുഷ്ടമാതേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്വാവത്താതി സാക്ഷാത് ഗുരുഭവനപുരേ കാന്തഭാഗ്യം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇരിക്കുന്ന ആ മഹൽ തത്വത്തെ ഇങ്ങനെ ചിന്തിച്ച് അതിലേക്ക് വരുന്നതിന് പകരം ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ ഈ മുയൽ കൊമ്പൻ മലടി മകന്റെ കഥയും പറഞ്ഞ് കാലം കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. ലോകകാര്യങ്ങളെ പറ്റി പറയാൻ പാടില്ല. ഇതെങ്ങനെ ഇരിക്കും? ഇതാർക്കെങ്കിലും നന്നാക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ ഉള്ളതാണോ ഇത്? ഇതില്ലാത്തതാണ്. വെറുതെ വ്യവഹാരത്തിൽ വെറുതെ സ്വപ്നകാര്യ സന്നിഭമായിട്ട് തോന്നിയിരിക്കുകയാണ് മാത്രമാണ്. ഇത് ആരുടെ അഭിപ്രായം? എൻ്റെതല്ല, മഹത്തുക്കളുടെ അഭിപ്രായമാണ്. ഇതിനാദ്യം വിശ്വസിക്കാനാണ് അവർ പറഞ്ഞത്. കാര്യം നമ്മുടെ കണ്ണിൽ ഇത് കാണുകയില്ല, അതുകൊണ്ടുണ്ടല്ലോ സ്വാമി എന്ന് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഉണ്ടോ? അവർ ചോദിക്കുക, ജാഗ്രതത്തിലുണ്ടോ, സ്വപ്നത്തിലുണ്ടോ, സുഷുപ്തിയിലുണ്ടോ? അപ്പോൾ ഉള്ളത് ഒരു കാലത്തും മാറാതെ എപ്പോഴും കാണണം. അങ്ങനെയുള്ളതിനെയാണ് സത്യമൊന്നും ഉള്ളതെന്നൊരു പറയുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ഇല്ലാത്തല്ല. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളിൽ വ്യവഹരിക്കരുതെന്നല്ല അർത്ഥം. ഇത് സത്യമെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിനെ ഇളക്കി മറിക്കരുത്. ഇതിലൊന്നും വ്യവഹരിക്കാതെ അത് പറഞ്ഞില്ല കാലത്തിലുള്ള വ്യവഹാരത്തിൽ കുഴപ്പമില്ല. മുമ്പിൽ വന്നു ഒരു ഭക്ഷണം, മുമ്പിൽ വന്നു, വിശക്കുന്നു, കഴിഞ്ഞു. പിന്നെ അതിനെപ്പറ്റി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ആലോചന. ഇങ്ങനെ അതിൻ്റെതായ രീതിയിൽ വ്യവഹാരം വർത്തമാനകാലത്തിൽ മാത്രം ഒതുക്കി നിൽക്കുന്ന ഒരു രൂപം ഇതിലുണ്ട്.
അങ്ങനെയാണ് മഹത്തുക്കൾ നിൽക്കുന്നത്. അവർക്ക് ഭാവിയില്ല, ഭൂതമില്ല, വേറെ വർത്തമാനം മാത്രം. ഇങ്ങനെയാണ് 89ാമത്തെ പദ്യം. വളരെ പ്രസിദ്ധമായ പദ്യങ്ങളാണ്. ഈ ലോകത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അവസാനം പറയാണ്, മേൽപ്പറഞ്ഞ ആഖ്യയിൽ അറിഞ്ഞവൻ മയങ്ങാത്തതുപോലെ വിവേകിയായ നീയും ഈ തുച്ഛമായ ജഗത്തിൽ മയങ്ങാതിരിക്കുക. ഇതാണ് നമുക്ക് തരുന്ന ഉപദേശം. തുച്ഛമായ ജഗത്തെന്ന് പറയാൻ കാര്യം എന്നറിയാം, ഈ ലോകം എപ്പോഴും ഇല്ല. പറഞ്ഞില്ലേ, ഇത് ഈശ്വര സൃഷ്ടമാണ്. ഈ ജാഗ്രത ലോകം ഈശ്വര സൃഷ്ടം. സോ ഈ പറഞ്ഞ തൻ്റെ ഉള്ളിൽ ആ ജീവസൃഷ്ടിയായിരിക്കുന്ന ഒരു ലോകമുണ്ട്. അതാണ് ഉള്ളിലിരിക്കുന്ന ലോകം, ജീവസൃഷ്ടി. വെളിയിലിരിക്കുന്ന ഈ പ്രപഞ്ചം ഈശ്വര സൃഷ്ടി. ഈശ്വര സൃഷ്ടി ഈശ്വര പ്രളയത്തിൽ ഇല്ലാതാകും. ജീവസൃഷ്ടി ജീവപ്രളയത്തിൽ ഇല്ലാതാകുന്നത് ദിവസം കാണുകയാണ്. കാരണം സൃഷ്ടിയിൽ ഓരോരുത്തർക്കും ഈ ഈ ജഗത്ത് ഇല്ലാതാകുന്ന അനുഭവമുണ്ട്. അവർ പറയുന്നത് ഇല്ലാതായിട്ട് പിന്നെ വരുമ്പോൾ പറയാം അത് തന്നെ ഇതെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. ആര്? പുതിയതാണത്, ഒരു പുതിയ പ്രപഞ്ചം. ഓരോ സുഷുപ്തി കഴിഞ്ഞ് വരുമ്പോഴും ഒരു പുതിയതാണ് അനുഭവം. ഇത് പഴയതല്ല. പക്ഷെ നമുക്കെന്തോ അജ്ഞാനം കൊണ്ട് അത് തന്നെയാണ് ഇതെന്ന് തോന്നുകയാണ്. അങ്ങനെയല്ല, പുതിയ സൃഷ്ടിയാണ്. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വസ്തുക്കളുടെ ആഹ്വാനങ്ങളാണ്. ഇത് പ്രളയമല്ലേ? പ്രളയം എന്ന് വെച്ച് മനസ്സിലായി, എല്ലാം നശിപ്പിച്ച് ഒരു പ്രളയമാണ് സുഷുപ്തിയിലൂടെ ഇരിക്കുന്നത്. അവൻ്റെ വീടും വാളും അവൻ്റെ ബന്ധുക്കളും സകലത് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ഇല്ലാതായി കുറച്ചു നേരം നിൽക്കുക. അത് തന്നെ പ്രളയം. ഇത് ജീവപ്രളയം നമുക്ക് എപ്പോഴും അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ഈശ്വര പ്രളയമുണ്ട് ഇതിൽ. ഇത് സകല ബ്രഹ്മാണ്ടങ്ങൾ അഴിഞ്ഞു പോകും. ആ രീതിക്കുള്ള ഈശ്വര പ്രളയം വരും. ഇങ്ങനെയാണ് ഈ രണ്ടും പ്രളയത്തിൽ ഇല്ലാതാവുന്നതുകൊണ്ട് ഈശ്വര സൃഷ്ടിയും അഴിഞ്ഞു പോകും, ജീവസൃഷ്ടിയും അഴിഞ്ഞു പോകും. അഴിഞ്ഞു പോകുന്നതിന് സത്യമെന്ന് ആർക്ക് പറയാൻ പറ്റും? അതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഇത് വിദ്യയാണ്. അപ്പോൾ മറ്റേതിന് കുറച്ച് കൂടുതൽ ആയുസുണ്ടെന്ന് പറയാം, കുറച്ച് കൂടുതൽ ദീർഘസ്വപ്നം എന്ന് പറയാം. അത്രേ ഉള്ളൂ. അല്ലാതെ അത് വാസ്തവം ഇതുവരെ വേദം പറഞ്ഞിട്ടില്ല. പ്രപഞ്ചം പറഞ്ഞില്ലേ, ബ്രഹ്മസത്യം ജഗത് വിദ്യ. വിദ്യ തന്നെ പറഞ്ഞിരിക്കും ഭഗവത്പാദർ വിദ്യ. പിന്നീട് പറഞ്ഞു ബ്രഹ്മസത്യം ദേവബ്രഹ്മ എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ജഗത്ത് വാസ്തവത്തിൽ ചിന്തിച്ചു ചെന്ന സച്ചിദാനന്ദമയം തന്നെ. അത് ആർക്കറിയാം? തൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രത്യേകാത്മാവിനെ അറിഞ്ഞവനെ അറിയാം. തൻ്റെ ഉള്ളിലിരിക്കുന്ന അത് തന്നെയാണ് സർവത്ര പരിപൂർണമായിരിക്കുന്നത് എന്ന് അവർക്കറിയാം. അല്ലാത്തവർ ഈ ജഗത്തിനെ കണ്ടാൽ അങ്ങനെയല്ല അറിയുന്നത്. വേറെ എന്തോ ഒരു വസ്തു, തനിക്ക് പ്രയോജനപ്പെടുന്ന ഒരു വസ്തു കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെയുള്ള രൂപത്തിലേ അറിയുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് താൻ തന്നെയാണ് സർവത്ര പരിപൂർണമായിരിക്കുന്നത്. ഈ നവരൂപങ്ങൾ ഇതിൽ തോന്നിയില്ലേ? ഇത് മാറ്റി നിർത്തിയിരിക്കുകയാണിത്. വാസ്തവത്തിൽ ഈ അറിവ് തന്നെയാണ് സർവത്ര പരിപൂർണമായിട്ടിരിക്കുന്നത് എന്ന് ഒരു ജ്ഞാനി കാണും. അതുകൊണ്ടാണ് ഇവർക്ക് ഇതിലൊന്നും ഒരു ആഭിമുഖ്യമില്ല. വേണമെന്നോ വേണ്ടെന്നോ ഉള്ള ചിന്ത ഇതിലില്ല. ഉണ്ടോ? വേണമെന്ന് ഇല്ലാത്തതുപോലെ വേണ്ടൊന്നുമില്ല. ഇത് രണ്ടും ആപേക്ഷികമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ തന്നെയാണ് സർവത്ര എല്ലാമായി നിൽക്കുന്നത് എന്നുള്ള അനുഭവം. ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് മരടി മൈന്ദനും താണൂർ പുരുടനും വാൻമലർ ചൂടി ഇലക്ക് കന്ദർപ്പ നഗരിലെ ചുറ്റികൈ ഇരതം വിലപേശി കലകമായിനാർ മുയൽക്കൊമ്പിനാർ പുത്തിയെ കളൈந்து ഇരുവരും ആണ്ടാർ. രണ്ടുപേരും മരിച്ചു. ഈ വിവകാരത്തെ അറിന്തവൻ മയങ്കാതെ. അറിഞ്ഞെന്ന് വെച്ചാൽ അറിവുള്ളവര് ഇതിൽ മയങ്ങില്ല. അതിൻ്റെ അർത്ഥം ഈ അറിവുള്ളവരെന്ന് വെച്ചാൽ ജ്ഞാനികൾ ഈ ലോക കാര്യങ്ങളിൽ അല്പം പോലും അവർ മനസ്സിനെ ഖേദിപ്പിക്കില്ല എന്നർത്ഥം. ജ്ഞാനി എന്ന് പറഞ്ഞ അർത്ഥം എന്തിനാണ്? ഈ ലോക കാര്യങ്ങളിൽ മനസ്സ് ഖേദിക്കാത്ത ആളെന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. നമുക്കെന്താണ് അജ്ഞാനിയായി ഇരിക്കാൻ കാരണം? ഈ ലോക കാര്യങ്ങളെ പിടിച്ച് നമ്മളെപ്പോഴും ദുഃഖികളാണ്. അയ്യോ എനിക്കത് കുറഞ്ഞു പോയി, എനിക്ക് കൂടിപ്പോയി, അയ്യോ അത് മറ്റേ ആളാണ്, ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ മനസ്സ് എപ്പോഴും വിക്ഷുപ്തമാണ്. മനസ്സിലല്ലേ? ഈ വിക്ഷേപം മാറണേ. ഈ വിക്ഷേപത്തിനെ മാറ്റാനായിട്ടാണ് അവർ ഈ ഉപദേശം തന്നെ ചെയ്യുന്നത്. ഇതിനാണ് മനസ്സ് ശുദ്ധിയായാൽ ഈ അർത്ഥഞ്ചാനം ഉപദേശിച്ചിട്ട് കാര്യമുള്ളതെന്ന് പറയണം. അപ്പോൾ നമുക്ക് ഒന്നായി ഈ 90 ആണ് നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാനുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ലല്ലോ. ഇതിൽ എത്രത്തോളം ജിജ്ഞാസ ഉണ്ടോ അത്രത്തോളം ഇതിൽ ശോഭിക്കുന്നു. അധികാരികളുടെ ലക്ഷണം പറഞ്ഞ് ഇതിൽ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞു
ജിജ്ഞാസു അധികാരി. വേറൊന്നും പറഞ്ഞില്ല. ബ്രാഹ്മണൻ അധികാരി എന്നോ ക്ഷത്രിയൻ അധികാരി എന്നോ മറ്റാരെങ്കിലും അധികാരി എന്നോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ജിജ്ഞാസു അധികാരി. ആർക്കാണോ ബ്രഹ്മ ജിജ്ഞാസയുള്ളത് അവരിതിന് അധികാരികളാണ്. അതുകൊണ്ട് നമ്മൾ ഈ അധികാരത്വം നമ്മൾ ഇല്ലെങ്കിൽ വരുത്തിയിടുന്നു. എന്താണ്? നമ്മുടെ സ്വരൂപത്തെ ഉള്ളതുപോലെ അറിയുന്നതിനെയാണ് മുക്തി എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ അതിനെ അറിയുന്നത് കയറിൽ പാമ്പിനെ അറിയും പോലെ അറിഞ്ഞിട്ടിരിക്കും. വാസ്തവത്തിൽ കയറേ ഉള്ളൂ, പക്ഷെ അതിൽ പാമ്പ് വെറുതെ തോന്നിയിരിക്കുകയാണ്. അതുപോലെയാണ് തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അരണ്ട വെളിച്ചത്തിൽ ഒരു കഷ്ണം കയറിൽ തോന്നിയ പാമ്പിന് പോലെ. അതായത് ഇതിനെയാണ് അധ്യാരോപം ചെയ്തറിയുക. ഈ അറിവിലാണ് ഈ ശരീരാദികൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് ദൃഢീകരിച്ച് ഉറപ്പിക്കണം. ഈ അറിവാണ് ഇതിൽ മുഖ്യം. അറിവ് അപ്രസക്തമായിട്ടാണ് ഇരിക്കുന്നത്. അറിവിനറിയാൻ ഇനിയൊരു അറിവില്ല. അറിവിനെ അറിയാനുള്ള അറിവില്ല. പക്ഷേ ഈ മറ്റൊരെല്ലാം അറിയാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതാണ് ഇതിന്റെ വേറൊരു വലിയ ഡിഫിക്കൽറ്റി. എല്ലാം തന്നെ നമ്മളിങ്ങനെ നോക്കി അറിയുന്ന രൂപത്തിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. താതായി നിന്ന് അറിയുന്ന ഒരു രൂപം ഇതിലുണ്ട്. അതാണ് പറഞ്ഞ ആ ധ്യേയാധാരമായിട്ട് തീരും. ധ്യാനിച്ച് ധ്യേയാധാരമായി മാറും. അതാണ് ആ ഉപാസനാമൂർത്തി താനായി വരുമ്പോൾ എന്ന് പറഞ്ഞില്ലേ. എങ്ങനെ താനാവും? ഉപാസനാമൂർത്തി പോയി, താൻ മാത്രമായി, താൻ തന്നെയാണത് എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ ഇത് സത്യമെന്ന് നമ്മളെ നേരത്തെ പറഞ്ഞ പാഠഭാഗങ്ങളിൽ പറയുന്നു. അപ്പോൾ നമ്മളിവിടെ നിർത്തും. എന്നുള്ള നിന്നരന്ന ജന്മങ്ങളാണ് ഗുരുവേ പോറ്റി ഉയവേ മുക്തി നൽകും ഉദവിക്കോറുദവിനായേ ചെയ്യുവാനും കാണേ ജഗപടി പോറ്റി പോറ്റി സത്യത്തിൽ സൂരനമാം ഗുരുവേ പോറ്റി ജലനവിലാ ശാന്തപര ഗുരുവേ പോറ്റി നിത്യനിർഗുണമായ ഗുരുവേ പോറ്റി നിരഞ്ജനമായി നിന്റെ പര ഗുരുവേ പോറ്റി ശുദ്ധപരവിളിയാന ഗുരുവേ പോറ്റി സൂക്ഷ്മമായി നിറയുന്നവര ഗുരുവേ പോറ്റി അദ്വിതപൂർണമാം ഗുരുവേ പോറ്റി അഖണ്ഡമതാം സദ്ഗുരുവേ പോറ്റി.